നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കസ്റ്റംസിന്റെ സീരീസിന്റെ രണ്ടാമത്തെ ലെക്ചറാണ് അല്ലെ. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ വളരെ ബേസിക് ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു നമുക്ക് പഠിക്കാനുള്ളത്. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു സിമ്പിൾ ചാപ്റ്റർ ആയിരുന്നു ആദ്യത്തെ ദിവസം നമ്മുടെ ഫസ്റ്റ് ലെക്ചറിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനേക്കാളും സിമ്പിൾ കാര്യമാണ്. ഒന്നുമില്ല, വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ശരി, അതിനു മുന്നേ നമ്മുടെ ക്ലാസ്സിന്റെ സ്റ്റൈൽ നിങ്ങൾക്ക് അറിയാലോ. ഫസ്റ്റ് ദിവസം പഠിച്ചത്, ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത് റിവൈസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നു. ശരി, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബേസിക്സ് ഓഫ് കസ്റ്റംസ് ആണ്. ആദ്യമേ കസ്റ്റംസ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വന്നതെന്ന് പറഞ്ഞു. ഈ കാര്യം ഓൾറെഡി ഡയറക്ട് ടാക്സിലും ഇൻഡയറക്ട് ടാക്സിലും ഈ പറഞ്ഞ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും അതിന്റെ എൻട്രി നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്താണ്. എന്നാൽ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു എൻട്രി നമ്പർ 83 നമ്മൾ പറഞ്ഞു. 7th ഷെഡ്യൂൾ പറഞ്ഞു. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ആണ് കസ്റ്റംസ് ലിവി ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവരാണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ അപെക്സ് ബോഡി ഏതാ? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്. അതിന് പണ്ട് വേറൊരു പേരുണ്ടായിരുന്നെന്ന് പറഞ്ഞു, അത് മാറിയ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരി, എത്ര ആക്ട് ഉണ്ട് ഓർമ്മയുണ്ടോ? കസ്റ്റംസ് ടാരിഫ് ആക്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് മെയിൻ ആയിട്ട് 2 ആക്ടുകൾ ഉണ്ടെന്ന് പറയാം. ഒരു കസ്റ്റംസ് ടാരിഫ് ആക്ടും അതുപോലെ കസ്റ്റംസ് ആക്ടും. കസ്റ്റംസ് ആക്ടിലെ പ്രൊവിഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പ്രൊവിഷൻസും റൂൾസും റെഗുലേഷൻസും ലിവിംഗ് കളക്ഷനും ഒക്കെ പഠിക്കും. അതിന് കസ്റ്റംസ് ടാരിഫ് ആക്ടിലാണ് പ്രോപ്പർ റേറ്റിനെ പറ്റി സംസാരിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. കസ്റ്റംസ് ടാരിഫ് ആക്ടിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സും ഉണ്ട്, റേറ്റും ഉണ്ട്. ഷെഡ്യൂൾ 1ഉം ഷെഡ്യൂൾ 2ഉം. ഷെഡ്യൂൾ 1നകത്ത് റേറ്റ് ഓഫ് ഇമ്പോർട്ടും ഷെഡ്യൂൾ 2നകത്ത് റേറ്റ് ഓഫ് എക്സ്പോർട്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കണ്ടല്ലേ. ഇനി സോഴ്സസ് ഓഫ് ലോ എന്താ? ഒന്ന് നമ്മുടെ കസ്റ്റംസ് ആക്ട്, കസ്റ്റംസ് ടാരിഫ് ആക്ട്, പിന്നെ കുറെ റൂൾസും റെഗുലേഷൻസും. ഈ റൂൾസും റെഗുലേഷൻസും കൊണ്ടുവരുന്ന നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആയിരിക്കും കൊണ്ടുവരുന്നത്. ഇനി കസ്റ്റംസ് ആക്ട് എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ. ശരി, ഇനി ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഡെഫിനേഷൻ പഠിക്കണം. ലാൻഡ്, വാട്ടർ, എയർ. ഇനി ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെറിട്ടറി, നമ്മുടെ ലാൻഡ് ഫുള്ള്, നമ്മുടെ ആർട്ടിക്കിൾ 1 പറയുന്ന നമ്മുടെ പരിധി ഉള്ള ഫുൾ ലാൻഡും ഇന്ത്യയാണ്. ഇനി അത് മാത്രമല്ല ടെറിട്ടോറിയൽ വാട്ടർ വരെയുള്ള അണ്ടർ ടെറിട്ടോറിയൽ വാട്ടർ 12 നോട്ടിക്കൽ മൈൽസ് വരെ താഴെയുള്ള സബ്സോയിലും സീബെഡും എല്ലാം ഇന്ത്യ തന്നെയാണ്. അപ്പൊ ലാൻഡിന്റെ കാര്യം കഴിഞ്ഞ് ഇനി എയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലാൻഡിന്റെ മുകളിലുള്ള എയറും ടെറിട്ടോറിയൽ വാട്ടറിന് മുകളിലുള്ള എയറും ഇന്ത്യയാണ്. അപ്പൊ ടെറിട്ടോറിയൽ വാട്ടർ വരെയുള്ള സ്ഥലത്തിന് ഫുൾ റൈറ്റ്സ് ആണ് ഇന്ത്യക്കുള്ളത്. ശരി, ഇനി വാട്ടറിന്റെ കാര്യം പറഞ്ഞാൽ ടെറിട്ടോറിയൽ വാട്ടർ 12 നോട്ടിക്കൽ മൈൽസ്, സബ്സോയിലും സീബെഡും എല്ലാം ഇന്ത്യയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1.852 കിലോമീറ്റേഴ്സ് ആണ്. ശരി, പിന്നെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. അത് എക്സ്ക്ലൂസീവ് എക്കണോമിക് ആക്ടിവിറ്റിക്ക് മാത്രമാണ്. മെയിൻലി പറയുകയാണെങ്കിൽ എന്താ? എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് മിനറൽ ഓയിൽസ് അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പെട്രോളിയം പ്രോഡക്റ്റുകളൊക്കെ ഇല്ലേ, അതെടുക്കുന്ന ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം 200 നോട്ടിക്കൽ മൈൽസിന് നമ്മൾ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് മെൻഷൻ ചെയ്തു. പിന്നെ കോണ്ടിനെന്റൽ ഷെൽഫ്, അതിന് താഴെയുള്ള കോണ്ടിനെന്റൽ ഷെൽഫ്. പറഞ്ഞില്ലേ, ഇത്രയാണെന്ന് പറഞ്ഞ മെയിൻലി ഇന്ത്യയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ അതിനപ്പുറത്തേക്കുള്ള സ്ഥലത്തിന് നമുക്ക് ഇന്റർനാഷണൽ ബോഡി എന്നോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ വാട്ടർ എന്നോ ഹൈ സീ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം. കറക്റ്റ് അല്ലേ? ഗുഡ്സ് എന്താ? സിമ്പിൾ ആയിട്ട് പറഞ്ഞ എല്ലാം ഗുഡ്സാ. വെസൽ, എയർക്രാഫ്റ്റ്, സ്റ്റോഴ്സ്, അതുപോലെ ബാഗേജസ്, നമ്മുടെ കറൻസീസ് അല്ലെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സും അതുപോലെ എല്ലാ കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടീനെ നമുക്ക് എന്ന് വിളിക്കാം? ഗുഡ്സ് എന്ന് വിളിക്കാം. കറക്റ്റ് അല്ലേ? ശരി, ഇമ്പോർട്ടും എക്സ്പോർട്ടും മെയിൻലി പറയുകയാണെങ്കിൽ ഇമ്പോർട്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്? എക്സ്പോർട്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടാണ്. ഇമ്പോർട്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എപ്പോഴാണോ നമ്മുടെ കസ്റ്റംസ് ബാരിയർ 12 നോട്ടിക്കൽ മൈൽസ് താണ്ടുന്നത്, അത് ക്രോസ് ചെയ്യുന്നത്, അപ്പം മുതൽ അത് ഇമ്പോർട്ടന്റ് ഗുഡ്സ് ആയിട്ട് മാറി. ശരി, ആ സാധനം നേരെ ഇവിടെ നമ്മുടെ കസ്റ്റംസ് പോർട്ടിൽ വരും. കസ്റ്റംസ് പോർട്ടിൽ വന്നാൽ നമ്മളൊരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. ബിൽ ഓഫ് എൻട്രി എന്ന് പറഞ്ഞ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്തിട്ട് അതൊന്നെങ്കിൽ ഹോം കൺസംഷനിൽ എന്ത് ചെയ്യാം, പേയ്മെന്റ് ഒക്കെ ചെയ്ത് വിഡ്രോ ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ അത് ഡൊമസ്റ്റിക് ഗുഡ്സ് ആയിട്ട് മാറി. ഇല്ലെങ്കിൽ നമുക്കത് തൽക്കാലത്തേക്ക് വെയർ ഹൗസിൽ വെക്കാം, പിന്നെ ടാക്സ് പേ ചെയ്തിട്ട് ഹോം കൺസംഷന് വേണ്ടി കൊണ്ടുപോകാം. 2 ഓപ്ഷനാണുള്ളത്. ശരി, അപ്പോൾ എപ്പോഴാണോ നമ്മൾ പേയ്മെന്റ് അടച്ച് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്ത് പേയ്മെന്റും ടാക്സും കാര്യങ്ങളും എല്ലാം പേ ചെയ്ത് ഹോം കൺസംഷന് വേണ്ടി കൊണ്ടുപോകുന്നത്, അപ്പോൾ അത് ഡൊമസ്റ്റിക് ഗുഡ്സ് ആയിട്ട് മാറി. അപ്പോൾ ഇമ്പോർട്ടേഷൻ കംപ്ലീറ്റ് ആയി. അതുപോലെ എക്സ്പോർട്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എപ്പോഴാണോ നമ്മൾ അത് മെയ്ഡ് അവൈലബിൾ അല്ലെങ്കിൽ പ്രസന്റ് ഫോർ എക്സ്പോർട്ട് ആക്കുന്നത്, അപ്പോൾ മുതൽ എക്സ്പോർട്ട് സ്റ്റാർട്ടായി. അതിനുശേഷം പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് എപ്പോഴാണോ നമ്മുടെ കസ്റ്റംസ് ബാരിയർ താണ്ടുന്നത്, അത് ക്രോസ് ചെയ്യുന്നത്, അപ്പോഴാണ് എക്സ്പോർട്ട് കംപ്ലീറ്റ് ആവുന്നത്. അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി പറയണോ വേണ്ട? അസസ്മെന്റ് പറയണോ വേണ്ട? ബാഗേജ് പറയണോ വേണ്ട? ബാഗേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാഗേജ് ആയിട്ട് ഒരിക്കലും എന്തിനും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, മോട്ടോർ വെഹിക്കിളിന് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. ശരി, ബിൽ ഓഫ് എൻട്രിയും പറഞ്ഞു, ബിൽ ഓഫ് എക്സ്പോർട്ടും പറഞ്ഞു. ബിൽ ഓഫ് എൻട്രി ഇമ്പോർട്ടാണ്. ഇമ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് പേരാണ് ബിൽ ഓഫ് എൻട്രി. അത് എവിടെ എങ്ങനെ ഫയൽ ചെയ്യുന്നത്? ഇലക്ട്രോണിക്കലാണ് ഫയൽ ചെയ്യുന്നത്. ഫിസിക്കലി പണ്ട് ഫയൽ ചെയ്തിരുന്നു, ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ഇലക്ട്രോണിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. ശരി, ബിൽ ഓഫ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് ഫയൽ ചെയ്യുന്ന സാധനമാണ് ബിൽ ഓഫ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ബോർഡ് പറയണോ വേണ്ട? കോസ്റ്റൽ ഗുഡ്സ് ഓർത്തിരിക്കാമല്ലോ. കോസ്റ്റൽ ഗുഡ്സ് ശരി, കൺവെയൻസ് അറിയാം, കസ്റ്റം സ്റ്റേഷൻ, എയർപോർട്ട്, സീ പോർട്ട്, കസ്റ്റംസ് ഏരിയ എല്ലാം നിങ്ങൾക്ക് അറിയാം. ശരി, ഇനി അതുപോലെ ഫോറിൻ ഗോയിങ് വെസൽ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോറിനിലോട്ട് പോണ വെസൽ എയർക്രാഫ്റ്റ്. ഇനി അറൈവൽ മാനിഫെസ്റ്റ്, ഇമ്പോർട്ട് മാനിഫെസ്റ്റ്, ഇമ്പോർട്ട് റിപ്പോർട്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താ? ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വെസലിലാവാം, എയർക്രാഫ്റ്റിലാവാം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ വെഹിക്കിളിലാവാം. അതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഗുഡ്സ് എവിടുന്നാണ് വന്നത്, അതിന്റെ ഗുഡ്സിന്റെ റേറ്റ് എത്രയാണ്, അതിന്റെ ചാർജസ് എത്രയാണ്, എത്ര വെയിറ്റ് ഉണ്ട്, അതിന്റെ നെറ്റ്വർത്തും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടിനെയാണ് ഇമ്പോർട്ട് റിപ്പോർട്ട് എന്നോ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. പേഴ്സൺ ഇൻചാർജ് പറയണോ വേണ്ട? പിന്നെ
പ്രൊഹിബിറ്റഡ് ഗുഡ്സ് അറിയാം, സ്റ്റോഴ്സ് ശ്രദ്ധിച്ചേക്കുക, സിമ്പിൾ ആണ്. ഇനി ട്രാൻസിറ്റും ട്രാൻസ്ഷിപ്മെന്റും, ഒന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വരുന്നു പക്ഷേ ഇന്ത്യയിൽ ഇറക്കുന്നില്ല, മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. ഒന്ന് ഇന്ത്യയിൽ വരുന്നു, ഇന്ത്യയിൽ നിന്ന് മറ്റൊരു ഷിപ്പിലേക്ക് ലോഡ് ചെയ്യുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. അതാണ് ട്രാൻസ്ഷിപ്മെന്റ്. അത്രയുള്ള വ്യത്യാസം. ഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർമ്മയുണ്ടല്ലോ, ശരി. ബാക്കിയൊക്കെ സിമ്പിളാ. ഡെർലിക്റ്റ്, റെക്സം, ജെറ്റ്സം, റെക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ ഗുഡ്സുകളെല്ലാം നമ്മൾ ഇമ്പോർട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യും. വേണമെങ്കിൽ അവർക്ക് വേണ്ടാന്ന് വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനി 4 സിറ്റുവേഷൻ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ഇതാണ്. 4 സിറ്റുവേഷനിൽ നമുക്ക് എന്ത് വേണ്ട? ഈ പറഞ്ഞ കസ്റ്റം ഡ്യൂട്ടി വേണ്ട. ഏതൊക്കെയാ? ഒന്ന് പിൽഫേർഡ് ഗുഡ്സ്, 2 ഡാമേജ് ഡിറ്റീരിയോറേറ്റഡ് ഗുഡ്സ് ലോസ്റ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് പോയി, റീലിംഗ്വിഷ്മെന്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്. എല്ലാ സിറ്റുവേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തില്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ മൊഡ്യൂൾ എന്താണെന്നറിയോ? ഇതിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, എത്ര ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ട്, എത്ര ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ടെന്ന് പഠിക്കണം. എത്ര ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ടെന്ന് നമ്മൾ പഠിക്കണം. എത്ര ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ടെന്ന് പഠിക്കണം. എത്ര ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് നമുക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറയാം. ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്ട് ഡ്യൂട്ടി. കറക്റ്റ് അല്ലേ? ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്ട് ഡ്യൂട്ടി. അത് നമുക്കറിയാലോ. അപ്പോൾ ഇവിടെ താഴെ അവർ ബൈഫോക്കേറ്റ് തന്നിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മേടിക്കുന്ന ഡ്യൂട്ടിയുടെ പേര് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. പ്രത്യേകിച്ച് പറയണോ? അതെവിടെയാണ് പറയുന്നത്? ഫസ്റ്റ് ഷെഡ്യൂളിലാണ് പറയുന്നത്. കസ്റ്റംസ് ടാരിഫ് ആക്ടിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിലാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇന്നലെ ഡിസ്കസ് ചെയ്തതാ. ശരി, എക്സ്പോർട്ട് ഡ്യൂട്ടി ആണെങ്കിലും സെക്കൻഡ് ഷെഡ്യൂളിലാണ് പറയുന്നത്. കസ്റ്റംസ് ടാരിഫ് ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിലാണ് പറയുന്നത്. ഈ എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ. അതായത് ഒരു നാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ബെനിഫിറ്റ്, എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ബെനിഫിറ്റ്. എന്താ സംഭവിക്കുന്നത്? എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം, എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ഗുഡ്സ് നമ്മൾ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു, മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകണം, അല്ലെ? അവിടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫോറിൻ കറൻസി നമ്മുടെ നാട്ടിലേക്ക് വരും. ഫോറിൻ കറൻസി നമ്മുടെ നാട്ടിലേക്ക് വരും. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞില്ലേ, TVS, നമ്മുടെ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബൈക്ക് മാനുഫാക്ചറിങ് കമ്പനിയാണ് TVS. TVSന്റെ ബൈക്കുകൾ എത്ര രാജ്യങ്ങളിൽ കയറ്റിയിരിക്കുന്നുണ്ടെന്ന് അറിയാമോ? മെയിൻലി ഏഷ്യൻ കൺട്രീസിൽ കുറേ രാജ്യങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ TVSന്റെ ബൈക്കുകളുണ്ട്, എക്സെപ്റ്റ് ചൈന, ജപ്പാൻ. ശരി, ഈ TVSന്റെ ബൈക്കുകൾ നമ്മൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നു, മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. കയറ്റി വെച്ച് എന്ത് സംഭവിക്കും? ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മുടെ എന്താണ് അതിനെ സ്ഥലത്തിന് പേര് മറന്നല്ലേ, അവിടെ മറ്റു രാജ്യങ്ങൾ കയറ്റിയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന? ആ ഫോറിൻ കറൻസി നമ്മുടെ നാട്ടിലേക്ക് വരുന്നു, നമുക്ക് പ്രോഫിറ്റ് അല്ലേ? ഇപ്പൊ TVS കമ്പനിക്ക് ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ ഒരു 100 അല്ലെങ്കിൽ ഒരു 10 ലക്ഷം ബൈക്ക് വിറ്റു. അതേ 10 ലക്ഷം ബൈക്ക് മറ്റേതെങ്കിലും നേപ്പാളിലോ ഭൂട്ടാനിലോ ഒക്കെ നമ്മൾ സെയിൽ ചെയ്തു. അപ്പൊ ആ രാജ്യത്തിന്റെ കറൻസി നമ്മുടെ നാട്ടിലേക്ക് വരും, നമ്മുടെ നാടിന്റെ വെൽത്ത് കൂടും. കറക്റ്റ് അല്ലേ? ഇനി സെയിം ഇമ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ഇമ്പോർട്ട് ഇപ്പൊ BMW, അതുപോലെ ജർമ്മൻ കമ്പനീസ് ഉണ്ട്, വോൾസ് വാഗൻ, സ്കോഡ, ഇങ്ങനെയുള്ള കമ്പനിയൊക്കെ ഉണ്ട് കാർ ബൈക്ക് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന. ഇവർക്ക് എന്ത് ചെയ്യുക? ജർമ്മൻ കമ്പനീസ് ആണ്. അവരെന്ത് ചെയ്യുന്നത്? അവരുടെ ജർമ്മൻ കാറുകൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ജർമ്മൻ കാറുകൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ മറ്റു രാജ്യത്തേക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ മറ്റു രാജ്യത്തേക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ ഒരു വോൾസ് വാഗന്റെ ഒരു കാർ വാങ്ങാണ്, പോളോ കാർ വാങ്ങാണ്, അല്ലെങ്കിൽ വെൻഡോ ഏതെങ്കിലും ഒരു കാർ വാങ്ങാണ്, നിങ്ങൾ അവിടുത്തെ ഷോറൂമിലായിരിക്കും പൈസ കൊടുക്കുന്നത് ഇന്ത്യൻ കറൻസിയിൽ. ഈ പൈസ അൾട്ടിമേറ്റ്ലി ചെല്ലുന്ന മറ്റു രാജ്യത്തല്ലേ? അപ്പൊ നമ്മുടെ നാടിന്റെ പൈസ മറ്റു രാജ്യത്തേക്ക് പോകുന്നു, നമ്മുടെ രാജ്യത്തിന്റെ പൈസ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത്. അപ്പൊ എപ്പോഴും എല്ലാ ഗവൺമെന്റും ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് എക്സ്പോർട്ട് സർപ്ലസിനേക്ക് വേണ്ടിയിട്ടായിരിക്കും. എന്ത്? എക്സ്പോർട്ട് സർപ്ലസ്. ഇപ്പൊ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു 100 കോടി രൂപയുടെ സാധനം എക്സ്പോർട്ട് ചെയ്തു. 100 കോടി രൂപയുടെ സാധനം എക്സ്പോർട്ട് ചെയ്തു. ശരി, 70 കോടി രൂപയുടെ സാധനമാണ് ഇമ്പോർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും, എക്സ്പോർട്ട് സർപ്ലസ് ആയിരിക്കും 30 കോടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഈ വർഷം നമ്മുടെ രാജ്യത്ത് 30 കോടി രൂപ എക്സ്ട്രാ പ്രോഫിറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ വാല്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് അർത്ഥം. അപ്പൊ ഗവൺമെന്റ് എപ്പോഴും ഇമ്പോർട്ടിനെ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കും, എക്സ്പോർട്ടിനെ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും. കാരണം എക്സ്പോർട്ട് കൂടി കഴിഞ്ഞാൽ പൈസ കൂടുതൽ കിട്ടും, ഇമ്പോർട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൈസ കുറച്ചേ മറ്റു രാജ്യങ്ങളിലേക്ക് പോകും. അപ്പൊ എപ്പോഴും ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആരെയാ? എക്സ്പോർട്ടിനെയാണ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പിടിയോ? ശരി, ഇനി ടാക്സിൽ ഒരു ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. നമ്മൾ പഠിച്ചില്ലേ GST എന്താണ്? ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു ഗുഡ്സ് വാങ്ങുന്നു. കേരളത്തിൽ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത ഏതെങ്കിലും ഗുഡ്സ്, നമ്മളിപ്പോൾ പറഞ്ഞ ബൈക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ തമിഴ്നാട്ടിൽ പ്ലാൻ ചെയ്ത് നമ്മൾ കേരളത്തിലേക്ക് ആ ഒരു ബൈക്ക് വാങ്ങി. അപ്പൊ എവിടെയാണോ അൾട്ടിമേറ്റ് കസ്റ്റമർ ഇരിക്കുന്ന ഡെസ്റ്റിനേഷൻ പ്ലേസ് ചെയ്താണോ ആ സ്റ്റേറ്റിനാണ് ടാക്സ് കിട്ടുന്നത്. പിടിയോ? ഇപ്പൊ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഒക്കെ നമ്മൾ പഠിച്ചില്ലടാ. ഇപ്പൊ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ IGST ആണ് കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഏതാണോ ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ്, ആ ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റിനായിരിക്കും ഗവൺമെന്റ് ഈ പറഞ്ഞ 50% ടാക്സ് ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. ഇനി നമ്മുടെ ഈ കസ്റ്റംസും ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. പക്ഷേ എക്സ്പോർട്ടിന് മാത്രം ഒരു എക്സംഷൻ ഉണ്ട്. അങ്ങനെയാണ് നിങ്ങളത്. ഇപ്പൊ ഞാനിപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്ക്. ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഡെസ്റ്റിനേഷൻ. ഇപ്പൊ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യമാണ് ഡെസ്റ്റിനേഷൻ, അപ്പൊ നമ്മളാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി മേടിക്കുന്നത്. എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റു രാജ്യമാണ് ഡെസ്റ്റിനേഷൻ, അപ്പൊ അവരാണ് ടാക്സ് മേടിക്കേണ്ടത്. ചിലപ്പോൾ അവർ വാങ്ങുന്നുണ്ടാവാം, പക്ഷേ എക്സ്പോർട്ടിന് നമ്മൾ കുറച്ച് പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാലേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും.
അതാണ് എക്സ്പോർട്ട്. പക്ഷേ അത് ചുമ്മാ ഒന്നുമല്ല. അതായത് എക്സ്പോർട്ടിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 16 to 18 കൈൻഡ് ഓഫ് ഗുഡ്സുകളുണ്ട്. ഒരു 16, 18 ടൈപ്പ് ഓഫ് ഗുഡ്സുകളുണ്ട്. ഇതിന് മാത്രം സ്പെസിഫിക് ആയിട്ട് ഗവൺമെന്റ് ഒരു എക്സ്പോർട്ട് ഡ്യൂട്ടി പറയുന്നുണ്ട്. ബാക്കിയുള്ള ഗുഡ്സുകൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലൊന്നും ഈ പറഞ്ഞ എക്സ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കണ്ട. നമ്മൾ ഇത്രയും നാൾ GST പഠിച്ചപ്പോൾ പറഞ്ഞു എക്സ്പോർട്ടിന് എപ്പോഴും ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ പറയാണ് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അതുകൊണ്ട് എക്സ്പോർട്ടിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക സർട്ടൺ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സുകളുണ്ട്, കുറച്ച് കാറ്റഗറി ഓഫ് ഗുഡ്സ് ഉണ്ട്. അതിന് മാത്രമാണ് എന്തുള്ളത് എക്സ്പോർട്ട് ഡ്യൂട്ടി ഉള്ളത്. നിങ്ങൾ പഠിക്കേണ്ട. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ലെതറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ടെക്സ്റ്റിലൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. അതുകൊണ്ട് എക്സ്പോർട്ട് ഡ്യൂട്ടി എത്രയാണെന്നും അതിന്റെ പെർസെൻറ്റേജും പഠിക്കേണ്ട, അത് ഏത് ഗുഡ്സിനാണുള്ളത് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇമ്പോർട്ടിനെ പറ്റി മാത്രം പഠിച്ചാൽ മതി. പഠിക്കും. അപ്പോൾ എക്സ്പോർട്ട് ഒരു ഗുഡ് സ്പെസിഫിക് ആണോ, ഓരോ ഗുഡ്സുകൾക്ക് ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്യുന്ന ഗുഡ്സുകൾക്ക് അത്ര റേറ്റ് എക്സ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കണം. അതും കുറേ ക്രൈറ്റീരിയസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഈ എക്സ്പോർട്ട് ചെയ്തതിനെ തിരിച്ച് റീഫണ്ട് ക്ലെയിം ചെയ്യാനും പറ്റും. അത് വേറെ കേസ്. കേട്ടോ, നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇമ്പോർട്ട് ഡ്യൂട്ടിയെ പറ്റി മാത്രം പഠിക്കാൻ പോകുന്നത്. എന്താ പഠിക്കാൻ പോകുന്നത്? ഇമ്പോർട്ട് ഡ്യൂട്ടി. ശരി, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എത്ര ഇമ്പോർട്ട് ഡ്യൂട്ടി പഠിക്കാണ്ടെന്ന് അറിയാമോ? എത്ര ഇമ്പോർട്ട് ഡ്യൂട്ടീസ് പഠിക്കാണ്ടെന്ന് അറിയാമോ? എവിടെ നോക്കി, ഒന്നാമത്തെ ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ പേരാണ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി. ആയിക്കോട്ടെ. അടുത്തത് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി. ഓക്കെ. അടുത്തത് സേഫ് ഗാർഡ് ഡ്യൂട്ടി. ഓക്കെ. അടുത്ത കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി അല്ലെങ്കിൽ കൗണ്ടർ വെയിലിംഗ് ടാക്സ് എന്ന് നമുക്ക് വിളിക്കാം. അടുത്ത ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, IGSTയും GST കോമ്പൻസേഷൻ സെസ്സും. IGSTയും GST കോമ്പൻസേഷൻ സെസ്സും. ഇതിൽ IGST നിങ്ങൾക്ക് അറിയാം, GST കോമ്പൻസേഷൻ സെസ്സും നിങ്ങൾക്ക് കുറച്ചറിയാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡീറ്റെയോ. അപ്പോൾ ഒരു 7 എണ്ണം, 7 മാത്രമല്ല 7ന്റെ കൂടെ പ്ലസ് ഒരു 1 എന്നും കൂടെ ചേർത്തു. പ്ലസ് ഒരു 1 ഒരെണ്ണം കൂടി, 7 അല്ല 8 എണ്ണം പഠിക്കാനുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും അതുപോലെ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടീസ്, സേഫ് ഗാർഡ് ഡ്യൂട്ടി, കൗണ്ടർ വെയിലിംഗ് ടാക്സ് അല്ലെങ്കിൽ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, IGSTയും GST കോമ്പൻസേഷൻ സെസ്സും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ശരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇനി ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്താലും എക്സ്പോർട്ട് ചെയ്താലും ഈ പറയുന്ന റൂൾസും റെഗുലേഷൻസും ഒക്കെ അനുസരിച്ച് നിങ്ങൾ ഇമ്പോർട്ട് ഡ്യൂട്ടി എക്സ്പോർട്ട് ഡ്യൂട്ടിയും കാൽക്കുലേറ്റ് ചെയ്തു. ആ ഡ്യൂട്ടി 100 രൂപയിൽ താഴെയാണെങ്കിൽ നിങ്ങൾ ഡ്യൂട്ടി ഒന്നും പേ ചെയ്യേണ്ട. പിടിക്കുക. ചെറിയ നെഗ്ലിജിബിൾ എമൗണ്ട് അല്ലേ 100 രൂപ. അപ്പോൾ ഗവൺമെന്റ് പറയുകയാണ് 100 രൂപയിൽ താഴെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇമ്പോർട്ട് ഡ്യൂട്ടിയും എക്സ്പോർട്ട് ഡ്യൂട്ടി എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആ എമൗണ്ട് പേ ചെയ്യേണ്ട. നിങ്ങളെ വെറുതെ വിട്ടളെ. നിങ്ങൾക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി എക്സ്പോർട്ട് ഡ്യൂട്ടി ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സാധനം കൊണ്ടുപോകാം. നെഗ്ലിജിബിൾ എമൗണ്ട് ആണ്. അപ്പോൾ 100 രൂപയ്ക്കൊന്നും വേണ്ടിയിട്ട് ഒരിക്കലും അവർ ഇത്രയും കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറയില്ല. 100 രൂപയിൽ താഴെയാണെങ്കിൽ ഡ്യൂട്ടീസ് ഒന്നും വേണ്ട എന്ന് വിചാരിച്ചു ഒരു വിട്ടു. പിടിക്കോ? മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി സിമ്പിൾ ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ ടിക്ക് മാർക്കുകൾ അങ്ങ് മാറ്റിയാണ്. അതിനുശേഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ പറയുന്ന 7 എണ്ണത്തിലും ടിക്കറ്റ് വരാം. 7 എണ്ണം അല്ല 8 എണ്ണം, അതിൽ നമുക്ക് ടിക്കറ്റ് ഇടാം. ശരി, അപ്പോൾ 7 അല്ല 7+1. അത് ഇവിടെ ആയിടേണ്ടത് 7+1. അങ്ങനെ വെച്ചോ, 7+1. പഠിച്ചാലോ? പഠിക്കാം. ഇതിലെ സെക്ഷൻസ് ഒന്നും നിങ്ങൾ ഓർത്തിരിക്കണ്ട കേട്ടോ. സെക്ഷൻസ് ഒന്നും പഠിച്ച് വെറുതെ കൊളവാക്കണ്ട. സെക്ഷൻസ് ഒന്നും പഠിക്കണ്ട. ശരി, ആദ്യത്തെ സാധനമാണ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി. എന്താണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി? എന്താണ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി? നമ്മളതിന് BCD എന്ന് പറയും, ഷോർട്ട് ഫോം ആയിട്ട് BCD എന്ന് അതിനെ പറയാം. ബേസിക് കസ്റ്റം ഡ്യൂട്ടി അല്ലെങ്കിൽ BCD. സെക്ഷൻ 12 ആണ്. നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സെക്ഷൻ 12 ആണ്. റെഡ് വിത്ത് ഷെഡ്യൂൾ 2. കാരണം ഷെഡ്യൂൾ 2ലാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടിന്റെ റേറ്റുകളെ പറ്റി പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ പഠിക്കുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടീസ് അല്ലേ. ഇമ്പോർട്ട് ഡ്യൂട്ടീസിന്റെ റേറ്റ് പറയുന്ന ഷെഡ്യൂൾ 2-ലല്ലേ. അതുകൊണ്ടാണ് റെഡ് വിത്ത് ഷെഡ്യൂൾ 2 ഓഫ് കസ്റ്റംസ് ടാരിഫ് ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരി, കസ്റ്റംസ് ആക്ടിന്റെ സെക്ഷൻ 12, കസ്റ്റംസ് ടാരിഫ് ആക്ടിന്റെ ഷെഡ്യൂൾ 2-ലാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി പറ്റി പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ശരി, ബേസിക് കസ്റ്റം ഡ്യൂട്ടി. എന്താണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്താ സാധനം ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരട്ടെ. ഒന്നുമില്ല, നമ്മൾ മറ്റേതെങ്കിലും ഒരു രാജ്യത്തു നിന്ന് ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇമ്പോർട്ടേഷന് പുറത്ത് ബേസിക് ആയിട്ട് എല്ലാ കൈൻഡ് ഓഫ് ഇമ്പോർട്ടേഷനും, ഓൾ കൈൻഡ് ഓഫ് ഗുഡ്സ്, ഏത് കൈൻഡ് ഓഫ് ഗുഡ്സ് ആയിക്കാലും എല്ലാ തരത്തിലുള്ള ഇമ്പോർട്ടേഷന് പുറത്തും ഗവൺമെന്റ് ഒരു 10% എന്ത് മേടിക്കും? ബേസിക് കസ്റ്റം ഡ്യൂട്ടി മേടിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10%. ഗുഡ്സ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10%. എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്താലും എങ്ങനെ ഇമ്പോർട്ട് ചെയ്താലും ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10%. ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10%. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി 10%. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി 10%. സിമ്പിൾ അല്ലേ? ഓക്കെ. ചില രാജ്യങ്ങൾ ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രിഫറൻഷ്യൽ ഏരിയയിൽ നിന്നാണ് നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മുടെ നേപ്പാൾ. നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് കറങ്ങാൻ പോകുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നേപ്പാളിലും കറങ്ങാൻ പോവാം. ഇന്ത്യ നേപ്പാൾ ബോർഡർ ഉണ്ട്. അവിടെ ചെന്ന് കുറച്ച് ലിറ്റിൽ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു ദിവസം എന്ത് ചെയ്യാം? ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോവുകയാണെങ്കിൽ നേപ്പാൾ നമ്മുടെ ബോർഡർ താണ്ടി ഒരു ദിവസം അവിടെ മൊത്തം കറങ്ങിയിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരാം. നിങ്ങൾ നേപ്പാളിൽ നോക്കുകയാണെങ്കിൽ നേപ്പാളിലെ പെട്രോൾ സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻസ് ആണ്. അവിടുത്തെ റോഡുകൾ കിട്ടുന്നത് ഇന്ത്യയുടെ തന്നെ പദ്ധതിയാണ്. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളൊക്കെ തന്നെയാണ് അവിടെ റോഡുകളും ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. പിടിക്കോ? നമ്മൾ ഈ പറഞ്ഞ ഗുഡ്സുകൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഗുഡ്സുകൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ നേപ്പാളിലേക്കാണെങ്കിൽ കുറേ എക്സംഷൻസ് ഉണ്ട്. അതുപോലെ പല പല രാജ്യങ്ങളുണ്ട്. നമ്മൾ ഇന്ത്യയായിട്ട് നിങ്ങൾക്കറിയാലോ, നമ്മുടെ പ്രധാനമന്ത്രി ലാസ്റ്റ് ഒരു 10 വർഷമായിട്ട് മേരെ പ്യാരെ ദേശവാസിയും പല പല രാജ്യങ്ങളിലായിരുന്നു. കോമഡിയിലൊക്കെ നമ്മുടെ പ്രൈം മിനിസ്റ്ററെ എല്ലാവരും ഇന്ത്യയിൽ ഉണ്ടാവില്ല, കാണണമെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് പോകണമെന്ന് പറയുന്നത്.
ശരി, അതെന്ത് തന്നെ ആയിക്കോട്ടെ, അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ്, ഈ മറ്റു രാജ്യങ്ങളുടെ അടുത്ത് പോയി അവരുമായിട്ട് നല്ലൊരു ബന്ധം വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതല്ലേ? അങ്ങനെ പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പ്രിഫറൻഷ്യൽ റേറ്റ് കൊടുക്കും. അവർക്ക് പ്രിഫറൻഷ്യൽ റേറ്റ് കൊടുക്കും. അങ്ങനെയല്ലേ നമ്മൾ നോർമലി ചെയ്യുന്നത്? അങ്ങനെയല്ലേടാ നമ്മൾ നോർമലി ചെയ്യുന്നത്. എങ്ങനെ നമ്മൾ നോർമലി ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ സപ്പോസ് എൻ്റെ ഒരു ബിസിനസ് ഉണ്ട്, അല്ലെ? ബിസിനസ് ഞാൻ നോർമലി ആ സാധനം വിൽക്കുന്നത് ഒരു 1 lakh rupees വെച്ചോ. പക്ഷേ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ സാധനം വാങ്ങുകയാണെങ്കിൽ ഞാൻ പറയാം, എടാ നീ ഒരു കാര്യം എനിക്ക് 90,000 രൂപ മതി, അവന് ഞാനൊരു പ്രിഫറൻഷ്യൽ റേറ്റ് കൊടുക്കും, അല്ലെ? അപ്പൊ നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള, നല്ല സൗഹൃദമുള്ള, അത് ലീഗലിയാണ്, നല്ല കമ്പനി രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ ഏരിയയിൽ നിന്നാണ് നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഗവൺമെന്റ് അവർക്ക് ഒരു പ്രിഫറൻഷ്യൽ റേറ്റ് കൊടുക്കും. ആ പ്രിഫറൻഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ 10% ആയിരിക്കില്ല, അതിനേക്കാളും ചെറിയ റേറ്റ് ആയിരിക്കും. സിമ്പിൾ അല്ലേ? സിമ്പിൾ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ റേറ്റ് ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണടച്ച് പറയാൻ പറ്റും 10%. പക്ഷേ ഒരു പ്രിഫറൻഷ്യൽ റേറ്റ് ഉണ്ട്, ഒരു പ്രിഫറൻഷ്യൽ റേറ്റ് ഉണ്ട്. എന്താ പ്രിഫറൻഷ്യൽ റേറ്റ്? ഒന്നുമില്ല, നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത് പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണെങ്കിൽ, എവിടെ നിന്നാണ്? നോട്ടിഫൈഡ് പ്രിഫറൻഷ്യൽ ഏരിയയിൽ നിന്നാണെങ്കിൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം? പ്രിഫറൻഷ്യൽ റേറ്റ് കൊടുക്കാം. ആ പ്രിഫറൻഷ്യൽ റേറ്റ് ഓൾവേസ് എന്തായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയേക്കാളും കുറവായിരിക്കും. നിങ്ങൾ വെറുതെ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. ഇറലവന്റ് ഇൻഫർമേഷൻ എന്നല്ല ഈ പറയുന്ന കാര്യങ്ങൾ, കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ പറയാനൊന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് അതുപോലെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെറിയ എഡിറ്റിംഗ് മാത്രമേ വരുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ സ്റ്റാൻഡേർഡ് ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ റേറ്റ് എത്രയാണ്? 10%. അതെവിടെയാണ് പറയുന്നത്? റേറ്റ് മെൻഷൻഡ് ഇൻ 4th column ഓഫ് ഷെഡ്യൂൾ 2 ഓഫ് കസ്റ്റംസ് ടാരിഫ് ആക്ട്. നിങ്ങൾ എഴുതി വെച്ചോ, അതാണ് 10%. എത്ര പെർസെൻറ്റേജ്? 10%. ഓക്കെ, ഞാനിവിടെ ഒരു കാര്യം പെൻഡിങ് ഇടാണേ. ഞാൻ എന്താ ഇവിടെ നോട്ട്സ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ഈ ഒരു കാര്യം പെൻഡിങ് ഇടാണ്. അടുത്ത സാധനം പഠിച്ചിട്ട് നമുക്ക് ഇത് പഠിക്കാം. അടുത്തൊരു ഐറ്റം പഠിച്ചതിന് ശേഷം ഇത് പഠിക്കാം. അപ്പോൾ നമുക്ക് ബേസിക് കസ്റ്റം ഡ്യൂട്ടി മനസ്സിലായി. 1 മനസ്സിലായി. എന്ത് മനസ്സിലായി? 1 ഞങ്ങൾക്ക് മനസ്സിലായി. ബേസിക് കസ്റ്റം ഡ്യൂട്ടി സിമ്പിൾ ആണ്. ബേസിക് കസ്റ്റം ഡ്യൂട്ടി എത്ര പെർസെൻറ്റേജ്? 10%. എത്ര പെർസെൻറ്റേജ്? 10%. എത്ര പെർസെൻറ്റേജ്? 10%. ഓക്കെ, ശരി. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ. ഞാൻ ഒരു പേര് പറയാം, അപ്പം നിങ്ങൾക്ക് ഓർമ്മ വരുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേര് ഏതാണ് നിങ്ങൾ എന്നോട് പറയണം. റോമിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ പേര് പറയും? ജൂലിയറ്റ് എന്ന് പറയും. റോമിയോ എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ജൂലിയറ്റ് എന്ന് പറയും. ടോം എന്ന് പറഞ്ഞാൽ ആരെ പേര് പറയും? ജെറി എന്ന് പറയും. ടോം എന്ന് പറഞ്ഞാൽ ആര് പറയും? ജെറി എന്ന് പറയും. CID ദാസൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും CID വിജയൻ. കറക്റ്റ് അല്ലേ? ശരി. മൊയ്തീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും കാഞ്ചനമാല, അല്ലേ? അല്ലേ? അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു പേരുണ്ട്. പല കാര്യങ്ങളും നല്ല പേരുണ്ട്. ഇപ്പൊ ടോമും ജെറിയും ഭയങ്കര പേരാണ്, അടിപൊളിയാണ്. ഒന്ന് പൂച്ച, മറ്റൊന്ന് എലി. രണ്ടുപേരും തമ്മിൽ എന്താ പറയാ, ഒരു ബന്ധവും ഇല്ല. ആര് ബന്ധം എന്ന് പറഞ്ഞാൽ പൂച്ച എലി പിടിച്ച് തിന്നും, അല്ലെ? പൂച്ച എലിയെ തിന്നും. പക്ഷെ അവർ തമ്മിൽ ഭയങ്കര കൂട്ടല്ലേ? ഒരാളില്ലെങ്കിൽ മറ്റൊരാളുണ്ടോ? ഇല്ല. അങ്ങനെ നമുക്കറിയാവുന്ന കുറേ പേരുകളുണ്ട്. അതുപോലൊരു പേരാണ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അവിടെ സോഷ്യൽ വെൽഫെയർ സർചാർജ് ഉണ്ട്. സോഷ്യൽ വെൽഫെയർ സർചാർജ് ഉണ്ട്. നിങ്ങൾ പണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി പണ്ടൊന്നുമല്ല, തൊട്ട് മുന്നേ നമ്മൾ ഇൻകം ടാക്സ് പഠിച്ചില്ലേ? ഇൻകം ടാക്സിന്റെ ഏറ്റവും അവസാനം നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ് ആഡ് ചെയ്തിട്ടില്ലേ? ഓർമ്മയുണ്ട്? ഇൻകം ടാക്സിന്റെ PDF ആണ്, ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇൻകം ടാക്സിന്റെ PDF, അല്ലെ? ഇൻകം ടാക്സിന്റെ PDF എടുത്തിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇത്, നമ്മൾ പഠിച്ചതാണ്. ഇതിൽ നമ്മുടെ ആദ്യമേ ടാക്സ് കാൽക്കുലേഷൻ പറഞ്ഞപ്പോൾ സ്പെഷ്യൽ റേറ്റ് പറഞ്ഞു, അത് കഴിഞ്ഞ് സ്ലാബ് റേറ്റ് പറഞ്ഞു. അതിന്റെ തൊട്ട് താഴെ കണ്ടോ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. അതായത് എപ്പോഴൊക്കെ നിങ്ങൾ ഇൻകം ടാക്സിൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നുണ്ടോ, അതിന്റെ ഏറ്റവും അവസാനം എത്രയാണോ ടാക്സ് ലയബിലിറ്റി വരിക, ആ ലയബിലിറ്റിയുടെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്തു. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ എവിടെയൊക്കെ നിങ്ങൾ ഇൻകം ടാക്സിൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നുണ്ടോ, ഏറ്റവും ലാസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? ടാക്സ് ലയബിലിറ്റിയോട് കൂടെ പ്ലസ് ഒരു 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ്സും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അതുപോലെ ഇവിടെ നിങ്ങളുടെ കസ്റ്റം ഡ്യൂട്ടി എത്രയാണോ, ആ കസ്റ്റം ഡ്യൂട്ടിയോടൊപ്പം ഏറ്റവും അവസാനം ആ ഡ്യൂട്ടി എത്രയാണോ വരുന്നത്, അതിന്റെ 10% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ് പോലെ ഇവിടെ മേടിക്കുന്ന സാധനമാണ് സോഷ്യൽ വെൽഫെയർ സർചാർജ്. ഇൻകം ടാക്സിലെ സർചാർജ് അല്ല, ഇൻകം ടാക്സിലെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ് പോലെ. എത്ര പെർസെൻറ്റേജ്? 10%. അവിടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ് 4% ആയിരുന്നു, ഇവിടെ സോഷ്യൽ വെൽഫെയർ സർചാർജ് 10% ആണ്. എത്രയാണ്? 10%. 10% ഓഫ് എന്ത്? 10% ഓഫ് അഗ്രിഗേറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ ടാക്സ് ആൻഡ് സെസ്. മനസ്സിലായില്ല? നമ്മൾ ഇൻകം ടാക്സിലെ ഏറ്റവും അവസാനം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചിട്ട് ആ ടാക്സ് ലയബിലിറ്റിയുടെ 4% അല്ലേ കണ്ടുപിടിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടി പഠിച്ചില്ലേ? ആ ബേസിക് കസ്റ്റം ഡ്യൂട്ടി കണ്ടുപിടിച്ചു, അതിന്റെ 10%. പിടിയോ? അതിന്റെ എത്ര ശതമാനം? 10%. ഓക്കെ, ശ്രദ്ധിച്ചോ. ഞാനിപ്പോൾ ഈ പറയുന്ന പേരുകളൊന്നും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ല. നമ്മൾ ആദ്യമേ ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യണം. എന്ത് എക്സ്ക്ലൂഡ് ചെയ്യണം എന്നറിയാമോ? എക്സ്ക്ലൂഡ് ചെയ്യണം എന്ത്? സേഫ് ഗാർഡ് ഡ്യൂട്ടി, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി,
ഓക്കെ, കൗണ്ടർ വെയിലിംഗ് ടാക്സ് ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ, അതുപോലെ IGST കോമ്പൻസേഷൻ സെസ്, ഇത്രയും സാധനത്തിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ടാക്സിന്റെ എത്ര ശതമാനം? ബാക്കിയുള്ള ടാക്സിന്റെ 10%. മനസ്സിലായി സാറേ? മനസ്സിലായി? നിങ്ങൾ ഇതുവരെ എന്താ പഠിച്ചത്? ബേസിക് കസ്റ്റം ഡ്യൂട്ടിയാണ് പഠിച്ചത്. ആ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ 10%. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട, അതുപോലെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഇൻക്ലൂഡ് ചെയ്യേണ്ട, CVD അതായത് കൗണ്ടർ വെയിലിംഗ് ടാക്സ് ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട, അതുപോലെ IGST ഇൻക്ലൂഡ് ചെയ്യേണ്ട, GST കോമ്പൻസേഷൻ സെസ് ഇൻക്ലൂഡ് ചെയ്യേണ്ട. ഇതല്ലാണ്ട് ബാക്കിയുള്ള ടാക്സുകൾ, ബാക്കിയുള്ള ഇതുവരെ നിങ്ങൾ എന്ത് പഠിച്ചു? ബേസിക് കസ്റ്റം ഡ്യൂട്ടി മാത്രമാണ് പഠിച്ചത്. അതിന്റെ 10%. അതിന്റെ എത്ര പെർസെന്റേജ്? 10%. ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. കുറച്ചും കൂടി നിങ്ങൾക്ക് ഈ സാധനം ക്ലിയർ ആവും. പിടിയിട്ടോ? മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? സിമ്പിൾ കാര്യമല്ലേ? അപ്പോൾ താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത് വെച്ചാൽ സിമിലർലി ഗവൺമെന്റ് ഇമ്പോസസ് സർട്ടൻ സർചാർജ് ഓർ സെസ് ഓൺ സ്പെസിഫിക് ഗുഡ്സ് ഫ്രം ടൈം ടു ടൈം. ഫോർ എക്സാമ്പിൾ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് ഗവൺമെന്റിന് വേണമെങ്കിൽ മേടിക്കാം, മോട്ടോർ സ്പിരിറ്റ്, ഹൈ സ്പീഡ് ഡീസൽ അവർക്കൊക്കെ സ്പെഷ്യൽ സെസ് മേടിക്കാം, ഹെൽത്ത് സെസ്, മെഡിക്കൽ സെസ്, എക്യുപ്മെന്റ് സെസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഈ ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും അവർക്ക് സ്പെഷ്യൽ കേസുകൾ അനുസരിച്ചിട്ട്, സ്പെഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് ടൈം ടു ടൈം അവർക്ക് സെസ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊണ്ട് പോകാനായിട്ട് പറ്റും. സോ ഫാർ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സോഷ്യൽ വെൽഫെയർ സർചാർജ്. സോഷ്യൽ വെൽഫെയർ സർചാർജ് പിടിയോ? ആ സോഷ്യൽ വെൽഫെയർ സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്ത ടാക്സുകൾ ഏതൊക്കെയാ? സേഫ് ഗാർഡ് ഡ്യൂട്ടി, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ശ്രദ്ധിച്ചോ, ഞാൻ നിങ്ങളോട് നേരത്തെ പേരിന്റെ കാര്യം പറഞ്ഞില്ലേ? പേരിന്റെ കാര്യം പറഞ്ഞില്ലേ? അതിൽ ഒന്നാമത്തെ പേരാണ് നമ്മുടെ ദാസനെയും വിജയനെയും കാഞ്ചനമാലയും മൊയ്തീനെയും പോലെ ഒന്നാമത്തെ പേരാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്താണെന്നറിയില്ല, പിന്നെ പഠിക്കാം. ശരി, അടുത്തത് ഇത് രണ്ടിനെ നമ്മൾ എപ്പോഴും ഒരുമിച്ചാ പറയാം. എന്താ? GSTയുടെ 2 സാധനങ്ങൾ. ഏതൊക്കെയാ GSTയുടെ 2 സാധനങ്ങൾ? ഒന്ന് IGST, 2 GST കോമ്പൻസേഷൻ സെസ്. ഇതാണ് രണ്ടാമത്തെ പേർ. നമ്മുടെ കാഞ്ചനമാലയും മൊയ്തീനെയും പോലെ. കഴിഞ്ഞില്ല, ഇവിടെ ഒരു സിംഗിൾ പ്രസംഗമുണ്ട് അല്ലെ? സിഗ്മ മെയിൽ. ആരാണ്? കൗണ്ടർ വെയിലിംഗ് ടാക്സ് ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ. അപ്പൊ ഈ 5 സാധനങ്ങൾ ഞാൻ ഫണ്ണി ആയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് എന്താ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയാം. 2 പേരുണ്ട്, സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. അപ്പൊ 2 പേരും എന്തിനാ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നില്ലേ? സേഫ് ഗാർഡ് എന്തിനോ സേഫ് ചെയ്യുന്നത് പോലെ, ഗാർഡ് ചെയ്യുന്നത് പോലെ. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്തോ ഒരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, ആന്റി നാർക്കോട്ടിക്സ് സെൽ, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പൊ 2 പേരും എന്തോ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ 2 പേരും ഒരു പേര്. GST കോമ്പൻസേഷൻ സിസ്റ്റം അവന്മാർ 2 പേരും ഒരു പേര്. പിന്നെ നമ്മുടെ സിംഗിൾ പെർസെന്റ് ആയിട്ടുള്ള എന്താണ്? CVD കൗണ്ടർ വെയിലിംഗ് ടാക്സ് ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ. അപ്പൊ ഈ പറഞ്ഞ 5 പേരെയും ഒരിക്കലും ബേസിക് നമ്മുടെ സോഷ്യൽ വെൽഫെയർ സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പിടിയോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ. അതായത് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 25 ലക്ഷമാണ്. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ലക്ഷം. ഓക്കെ, അപ്പൊ അതിന്റെ കസ്റ്റം ഡ്യൂട്ടി എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ. ഫസ്റ്റ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി എത്ര പെർസെന്റേജ്? 10%. 25 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര വരാ? 2.5 lakhs, 2.5 ലക്ഷം. കഴിഞ്ഞോ? ഇല്ല. പ്ലസ് നമ്മൾ എന്ത് എഴുതേണ്ടി വരും? സോഷ്യൽ വെൽഫെയർ സർചാർജ് എത്ര പെർസെന്റേജ്? 10% ഓഫ് എന്ത്? ഈ പ്ലെയിൻ ഐറ്റം അല്ലേ? എത്ര വരാ? 25,000 രൂപ വരും. എത്ര വരും? 25,000. കൂട്ടം എത്ര വരാ? 2,75,000 rupees ആണ് എന്ത് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി പേയബിൾ. ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി പേയബിൾ. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത്രേ ഉള്ളൂ അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയും. പിടിയോ? മനസ്സിലായോ? സിമ്പിളാണ്. ശരി, അപ്പൊ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരെ അടുത്ത പഠിക്കാം. നമ്മുടെ GST. ഞാൻ അതിന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ എന്താ എക്സാമ്പിൾ പറയാം? ഇപ്പൊ എൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്നത് നമ്മുടെ കാൽക്കുലേറ്റർ. ഇത് കാസിയോയുടെ കാൽക്കുലേറ്റർ ആണ്. മെയ്ഡ് ഇൻ ചൈനയാണ്, അല്ല മെയ്ഡ് ഇൻ ഫിലിപ്പീൻസ് ആണ്. ഓക്കെ, പക്ഷേ നമുക്ക് സപ്പോസ് ഇപ്പൊ കാസിയോ ഈ കാൽക്കുലേറ്റർ സിറ്റിസൺ എന്ന് പറഞ്ഞൊരു കാൽക്കുലേറ്റർ, എനിക്കൊന്നു ഇന്ത്യൻ തന്നെയാണെന്ന് തോന്നുന്നു. സിറ്റിസൺ ഇന്ത്യൻ കമ്പനിയാണ്. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ കാൽക്കുലേറ്ററോ ഇങ്ങനെയുള്ള ഏത് സാധനം സെയിൽ ചെയ്താലും നമ്മളവിടെ എന്ത് മേടിക്കും? GST മേടിക്കും. GST മേടിക്കും. ഓക്കെ, അപ്പോൾ പുതിയതായിട്ടൊരു കമ്പനി ആ കമ്പനി എന്ത് ചെയ്യുന്നു? പുറത്തുനിന്ന് കാൽക്കുലേറ്റർ, ഇപ്പൊ ചൈനയിൽ നിന്നുള്ള കാൽക്കുലേറ്റർ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, ഇന്ത്യയിൽ തന്നെ സെയിൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ GST മേടിക്കും. പക്ഷേ ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ സെയിൽ ചെയ്യുമ്പോൾ വില കുറവായിരിക്കും. എങ്ങനെയാ? ഇപ്പോൾ ഇന്ത്യയിൽ ഈ കാൽക്കുലേറ്ററിന്റെ വില 500 രൂപയാണെന്ന് വെച്ചോ. 500 പ്ലസ് GST മേടിക്കും. എത്ര പെർസെന്റേജ്? 18% നമ്മൾ GST മേടിക്കും. 500ന്റെ 18% എത്രയാ? 500 × 18% എന്ന് പറയുമ്പോൾ 90 rupees വരും, 90 രൂപ. അപ്പൊ നമ്മളിവിടെ കാൽക്കുലേറ്ററിന് പേ ചെയ്യുന്ന എമൗണ്ട് എത്രയായിരിക്കും? 590 രൂപയായിരിക്കും.
കറക്റ്റ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ഒരു ബിസിനസ്സുകാരൻ ചൈനയിൽ നിന്ന് കാൽക്കുലേറ്റർ ഉണ്ടാക്കി ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അയാൾക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് മൊത്തം എല്ലാം കൂടെ ചേർത്ത് ഈ പറഞ്ഞ എല്ലാ പരിപാടികളും എല്ലാം കൂടെ ചേർത്ത് കസ്റ്റം ഡ്യൂട്ടി ഉൾപ്പെടെ ഈ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും ഈ പറഞ്ഞ സോഷ്യൽ വെൽഫെയർ സർചാർജ് ഉൾപ്പെടെ എല്ലാം പേ ചെയ്ത് വന്നപ്പോൾ അയാൾക്ക് ആയത് മൊത്തം ഒരു 350 രൂപയാണ്. 350 രൂപ. ഈ 350 രൂപയ്ക്ക് അയാൾ ഇപ്പോൾ സപ്പോസ് ഒരു 50 രൂപ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് 400 രൂപയ്ക്ക് ഈ സാധനം വേണമെങ്കിൽ ഇന്ത്യയിൽ വിൽക്കാം. ഈ 50 രൂപ എന്ന് പറഞ്ഞതാണ് പ്രോഫിറ്റ് ആണ്. അപ്പൊ അയാൾക്ക് ഗുഡ്സ് വാങ്ങിയതിന്റെയും ട്രാൻസ്പോർട്ട് ചെയ്തതിന്റെയും പിന്നെ നമ്മുടെ കസ്റ്റം ഡ്യൂട്ടി എല്ലാം ഉൾപ്പെടെ എത്ര 350 രൂപയാണ് ഇത്. അതിന്റെ കൂടെ അയാൾ 50 രൂപ പ്രോഫിറ്റും കൂടെ ചേർത്ത് 400 രൂപയ്ക്ക് വിൽക്കുന്നു. ഓക്കെ, ഇന്ത്യയിലുള്ള സാധനം ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യുന്ന സാധനത്തിന് 590 രൂപയായി. പക്ഷേ ഇതേ സാധനം നമ്മൾ മറ്റു സ്ഥലത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു? 590 എന്നുള്ളത് 400 രൂപയായി. അപ്പൊ ആൾക്കാർ എന്ത് സംഭവിക്കും? ആൾക്കാർ പുറത്തുനിന്നുള്ള സാധനത്തിന് മേടിക്കാൻ ശ്രമിക്കും കൂടുതൽ. അപ്പോൾ ഒരു ഇൻഡസ്ട്രി തന്നെ ഡിസ്ട്രോയ് ആയി പോകും. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു അറിയാമോ? ഒരു കാര്യം ചെയ്യും, അവിടെ നിൽക്കുക. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനത്തിന്റെയും ഇന്ത്യയിലെ സാധനത്തിന്റെയും പ്രൈസിനെ നമ്മൾ ഏകദേശം ഈക്വൽ ആക്കി കൊടുക്കും. എങ്ങനെ ഈക്വൽ ആക്കി കൊടുക്കും? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ 500 ഇല്ലേ, 500 റുപ്പീസ്. 500ന് നമ്മൾ 80% GST ആണ് വാങ്ങിയതെങ്കിൽ സെയിം നിങ്ങളുടെ ഇവിടെ ഈ പ്രോഫിറ്റ് ഉൾപ്പെടെ ഈ സാധനത്തിന് 400 രൂപയായിരിക്കും. ശരി, 400 പ്ലസ് ഞങ്ങൾ 18% GST വാങ്ങും. 400 പ്ലസ് 18% GST വാങ്ങും. പിടിയോ? പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം ഇന്ത്യയിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യയിൽ സെയിൽ ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് GST ആണോ വാങ്ങേണ്ടിയിരുന്നത് ആ സാധനം നമ്മൾ എക്സ്ട്രാ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്ത്യയിൽ നിന്ന് അങ്ങ് മേടിക്കും. ഒരു 18% GST അങ്ങ് മേടിക്കും. അത്രേ ഉള്ളൂ. അതാണ് കസ്റ്റംസിലെ GST. നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ സെയിം സാധനം തന്നെ, ആ സെയിം സാധനം, പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് എന്താ സംഭവം നോക്കി, IGST ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് IGST ആണ്. ശരി, നോക്കി, എനി ആർട്ടിക്കിൾ വിച്ച് ആർ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ഷാൾ ഇൻ അഡിഷൻ ബി ലയബിൾ ടു ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ IGST കൂടി പേ ചെയ്യേണ്ടി വരും. ഓക്കെ, IGST ഷാൾ ബി ലെവീഡ് ആസ് എ റേറ്റ് ലയബിൾ അണ്ടർ സെക്ഷൻ 5 ഓഫ് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട്. നമ്മൾ പഠിച്ച സെക്ഷൻ 5 എത്ര റേറ്റ് ആണോ വരുന്നത് അതേ റേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ കാൽക്കുലേറ്ററിന് 18% ആണ് GST എങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും 18% GST കൊടുക്കേണ്ടി വരും. പിടിയിട്ടോ? ഇനി ഇതാ ഈ എഴുതിയേക്കുന്ന പോയിന്റ് കണ്ടോ? ഈ പോയിന്റുകൾക്ക് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ താഴെ ഈ കാര്യം കൊടുത്തിരിക്കുന്നത്. എന്താണെന്നറിയാമോ? IGST കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലായിരിക്കും എന്നറിയാമോ? ശ്രദ്ധിച്ചേ. നമ്മുടെ അസസിങ് വാല്യൂ, അതായത് നമ്മുടെ വാല്യൂ, ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി, ഓക്കെ, പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് പ്ലസ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി പ്ലസ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ട് വരുന്ന എമൗണ്ടിനാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? IGST കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിടിയിട്ടോ? ഇതിൽ ഈ 2 സാധനങ്ങൾ പഠിച്ചിട്ടില്ല. ഈ ADD എന്ന് പറഞ്ഞ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, അതുപോലെ സേഫ് ഗാർഡ് ഡ്യൂട്ടി, ഇത് 2 നിങ്ങൾ പഠിച്ചിട്ടില്ല. എന്നാലും നിങ്ങൾ ഓർത്ത് വെച്ചോ, IGST നമ്മുടെ GST എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സിമ്പിൾ ആണ്. നമ്മുടെ ആക്ച്വൽ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് പ്ലസ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി പ്ലസ് സേഫ് ഗാർഡ് ഡ്യൂട്ടി, ഇത് ഇത്രയും ഡ്യൂട്ടീസ് ഉൾപ്പെടെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന എമൗണ്ടിനാണ് നമ്മൾ IGST കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനത്തിന്റെ വില 500 രൂപയാണ്. അപ്പൊ 500 കോടി നമ്മൾ സപ്പോസ് 500 എന്ന് വെച്ചോ, അതിന്റെ കൂടെ 10% ബേസിക് കസ്റ്റം ഡ്യൂട്ടി നമ്മൾ ആഡ് ചെയ്യാം. 10%. ശരി, ആ 10%ന്റെ 10% എന്ത് ചെയ്യാം? സോഷ്യൽ വെൽഫെയർ സർചാർജ് ആഡ് ചെയ്യാം. അതിന്റെ കൂടെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ആയിട്ട് ഒരു 200 രൂപ ഉണ്ടെന്ന് വെച്ചോ, സേഫ് ഗാർഡ് ഡ്യൂട്ടി ആയിട്ട് ഒരു 20 രൂപ ഉണ്ടെന്ന് വെച്ചോ. ശരി, അപ്പൊ ഈ വരുന്ന ഫുൾ എമൗണ്ടിന് ഈ എമൗണ്ട് എത്ര വരാ? 500 പ്ലസ് 500ന്റെ 10% 50 പ്ലസ് 50ന്റെ 10% 5 പ്ലസ് 200 പ്ലസ് 20 എത്ര വരാ? 20, 70, 75, 775. ഈ എമൗണ്ടിനായിരിക്കും എന്ത് ചെയ്യുന്നത്? GST നമ്മൾ പേ ചെയ്യേണ്ടി വരാം. അപ്പോൾ സപ്പോസ് ഈ ആർട്ടിക്കിളിന്റെ ഈ ഇന്ത്യയിലെ റേറ്റ് എന്ന് പറഞ്ഞാൽ 10% ആണെങ്കിൽ എക്സ്ട്രാ നമ്മളൊരു 75 റുപ്പീസ് എന്ത് പേ ചെയ്യേണ്ടി വരും? IGST ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പേ ചെയ്യേണ്ടി വരും. ഇമ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ പേ ചെയ്യേണ്ടി വരും. പിടിയിട്ടോ? അപ്പോൾ ശ്രദ്ധിച്ചേ, ഈ പറഞ്ഞ GST കോമ്പൻസേഷൻ സെസ്സിനകത്ത് ആഡ് ചെയ്യേണ്ട, GST ആഡ് ചെയ്യേണ്ട. അതുപോലെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറയുന്നത്. അതാണ് നമ്മളിവിടെ താഴെ എഴുതിയിരിക്കുന്നത്. അത് വാല്യൂ ഓഫ് ഇമ്പോർട്ടേഷൻ ഡിറ്റർമിൻ അണ്ടർ സെക്ഷൻ 14 ഓഫ് കസ്റ്റംസ് ടാരിഫ് ആക്ട് ഓർ ടാരിഫ് വാല്യൂ ഫിക്സഡ് വാല്യൂ ചാർജസ് സെക്ഷൻ 12 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ഈ സാധനം തന്നെ പഠിച്ചാൽ മതി. IGST എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്ച്വൽ വാല്യൂ, അസസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് പ്ലസ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി പ്ലസ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. അതിന്റെ എത്ര പെർസെന്റേജ് ആണോ GST വരേണ്ടത് അതാണ് നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്. പിടിയോ? സിമ്പിൾ കാര്യം, അത്രേ ഉള്ളൂ. ശരി, ഈ GST കോമ്പൻസേഷൻ സെസ് എന്താ? ഒന്നുമില്ല, നമ്മൾ ചില കൈൻഡ് ഓഫ് ലക്ഷറി പ്രൊഡക്റ്റുകളൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് വെച്ചോ. ചില സ്പെസിഫിക് ഹൈ വാല്യൂ ഐറ്റംസ്, ഇപ്പോൾ വലിയ ലക്ഷറി കാറുകളോ അല്ലെങ്കിൽ ഹൈ എൻഡ് പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന കുറച്ച് ഗുഡ്സുകൾ, എക്സാമ്പിൾ ഇപ്പോൾ പാൻ മസാല, ടൊബാക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വലിയ കൈൻഡ് ഓഫ് എന്തെങ്കിലും ഹൈ ലക്ഷറി വാല്യൂ ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് GST മാത്രമല്ല എക്സ്ട്രാ ഒരു GST കോമ്പൻസേഷൻ സെസ്സും കൂടി മേടിക്കും.
എന്ത് മേടിക്കും? ഒരു GST കോമ്പൻസേഷൻ സെസ് കൂടി മേടിക്കും. ഒരു GST കോമ്പൻസേഷൻ സെസ്സും കൂടി മേടിക്കും. അത്രേ ഉള്ളൂ. പിടിക്കുക. അപ്പോൾ GSTക്ക് പുറമേ ഹൈ വാല്യൂ ഐറ്റംസോ ലക്ഷറി ഐറ്റംസോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടേഷൻ ചെയ്യുന്നെങ്കിൽ ഒരു GST കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഒരു എമൗണ്ട് കൂടി മേടിക്കും. GST കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞ എക്സ്ട്രാ എമൗണ്ട് കൂടി മേടിക്കും. ഓക്കെ, GST കോമ്പൻസേഷൻ സെസ്. അണ്ടർ GST regime കോമ്പൻസേഷൻ സെസ് വിൽ ബി ചാർജ്ഡ് ഓൺ ലക്ഷറി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഹൈ എൻഡ് കാർസ് ഓർ demerit commodities like pan masala, tobacco, aerated drinks for a period of 5 years. 5 വർഷത്തേക്കാണ്. അത് വേണമെങ്കിൽ 5 വർഷം എന്നുള്ളത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം for compensating the loss of revenue of states. Okay, ഇത് പോയിന്റ് വെച്ചു. ഇനി ആർട്ടിക്കിൾ വിച്ച് ഇസ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ഷാൾ ഇൻ അഡീഷൻ ടു നമ്മൾ ഈ പറഞ്ഞ ലയബിലിറ്റിക്ക് പുറമെ GST കോമ്പൻസേഷൻ സെസ് ആസ് എ റേറ്റ് ലയബിൾ ഉണ്ട്, സെക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇനി ഈ പറയുന്ന സാധനം മൊത്തം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എന്താ? സെയിം നമ്മൾ GST പഠിച്ചതുപോലെ സെയിം തന്നെ ഇവിടെ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അസസബിൾ വാല്യൂ, ഞാൻ നേരത്തെ പറഞ്ഞ അസസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് പ്ലസ് എന്ത് അഡീഷണൽ, അതായത് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി പ്ലസ് എന്ത് നമ്മുടെ സേഫ് ഗാർഡ് ഡ്യൂട്ടീസ്. അത് സെയിം ആണ്. GSTക്ക് ഇപ്പൊ നമ്മൾ ഈ വാല്യൂ എടുക്കുന്ന എത്ര? 775 രൂപയ്ക്കല്ലേ? സെയിം ഈ 775 രൂപയുടെ സർട്ടൺ പെർസെന്റേജ് ആണ് GST കോമ്പൻസേഷൻ സെസ്. അതിന്റെ റേറ്റ് ഒക്കെ അവർ ക്വസ്റ്റനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കും. ഒന്നും പഠിക്കണ്ട കേട്ടോ. അത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കേസ് അനുസരിച്ചിട്ട് അവർ റേറ്റ് ഫിക്സ് ചെയ്യുന്നതാണ്. പിടിയോ? അപ്പോൾ GSTയുടെ റേറ്റ് നമ്മൾ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതേ സെയിം വാല്യൂന്റെ തന്നെയാണ് GST കോമ്പൻസേഷൻ സെസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിടിയോ? മനസ്സിലായ? ഇന്ന് ശ്രദ്ധിച്ച്, ഈ പറയുന്ന GSTക്ക് നമ്മൾ ITC ക്ലെയിം ചെയ്യാം. പിടിയോ? ഇന്ത്യയിൽ വിൽക്കാനായിട്ടല്ലേ നമ്മൾ ഈ സാധനം ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ GST പേ ചെയ്തു, അത് നമ്മുടെ ഇൻപുട്ടാണ്. അതിന് ITC നമുക്ക് ക്ലെയിം ചെയ്യാം. GSTക്കും ക്ലെയിം ചെയ്യാം, GST കോമ്പൻസേഷൻ സെസിനും ക്ലെയിം ചെയ്യാം. അത്രേ ഉള്ളൂ. അതിന്റെ റൂൾസും റെഗുലേഷൻസ് ഒന്നും പഠിക്കണം. അതിന് കുറേ റൂൾസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ പഠിക്കണം. പിടിക്കോ? നമ്മൾ GSTയിലെ ITCയും ക്ലെയിമിംഗ് റൂളും ക്രൈറ്റീരിയസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പഠിച്ചു. അത് വിട്ടേക്ക്. ഇവിടെ സെപ്പറേറ്റ് റൂൾസ് ആണ്. പക്ഷെ എന്നാലും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം, ഇവിടുത്തെ നമ്മൾ ഓൾറെഡി പേ ചെയ്യുന്ന GST ITCക്ക് നമുക്ക് ക്രെഡിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. GSTയുടെ റൂൾസ് തന്നെ വരുന്നത്, പക്ഷേ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളുണ്ട്. മൈൻഡ് ചെയ്യണ്ട. വിട്ടാളാ. പിടിക്കോ? നന്നായിട്ട് മനസ്സിലായോ? ഒരു പ്രോബ്ലം ചെയ്താൽ ഇത് മനസ്സിലാവില്ലേ കുറച്ചും കൂടെ? ഒരു പ്രോബ്ലം ചെയ്യാം. നോക്കി, ഈ പ്രോബ്ലം നിങ്ങൾ നോക്കി, നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയാൽ കാണില്ല. പുറത്തെടുത്താം. നോക്കി, എക്സ് transport company imported Rolls-Royce car for the purpose of providing output services by way of transportation of passengers. Okay, following cost and other details അവർ തന്നിട്ടുണ്ട്. ഓക്കെ, കോസ്റ്റ് ഓഫ് കാറിന്റെ കോസ്റ്റ്, അതിനെ നമുക്ക് അസസബിൾ വാല്യൂ എന്ന് വിളിക്കാം. എത്രയാണ് നോക്കി? 1s, 10s, 100, 1000, 10,000, lakh, 10 lakh, crore. 3 കോടി രൂപയായി. എത്ര കോടി രൂപയായി? 3 കോടി രൂപയായി. ഇപ്പോൾ ഇവിടെ ഒരു കോമയുടെ കുറവുണ്ട്, നമുക്കൊരു കോമ ഇട്ട് കൊടുക്കാം. എത്ര കോടിയായി? 3 കോടി രൂപയായി. ശരി, ആയിക്കോട്ടെ. അവിടുത്തെ കസ്റ്റം ഡ്യൂട്ടി ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി 10% ആണ് വാങ്ങാൻ പോണത്. IGST തന്നിട്ടുണ്ട് എത്ര പെർസെൻറ്റേജ്? 28% ആണ്. GST കോമ്പൻസേഷൻ സെസ് തന്നിട്ടുണ്ട് എത്ര പെർസെൻറ്റേജ്? 20%. നമുക്കറിയാം ഹൈ എൻഡ് കാർ അല്ലേ? ഹൈ എൻഡ് കാർ ആണെങ്കിൽ GST കോമ്പൻസേഷൻ സെസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ശരി, അടുത്ത നോക്കി, എക്സ് ട്രാൻസ്പോർട്ട് കമ്പനി ഈസ് എലിജിബിൾ ടു ടേക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ, ആൻഡ് ദ ഔട്ട്പുട്ട് ടാക്സ് IGST ലയബിലിറ്റി ഈസ് 1,20,000. ശരി, 1,20,000 ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പേ ചെയ്യുന്ന IGSTക്ക് നമുക്ക് ക്രെഡിറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാൽക്കുലേറ്റ് ദ ടാക്സ് ലയബിലിറ്റി ടുവേഴ്സ് ദ കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് GST ലയബിലിറ്റി. കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ട്, ഒന്നാമത്തെ കാറിന്റെ കോസ്റ്റ് എത്രയാണ്? നമ്മുടെ അസസബിൾ വാല്യൂ. നമ്മുടെ കാറിന്റെ കോസ്റ്റ് അസസബിൾ വാല്യൂ ആണ്. എന്ത് വിളിക്കാം? അസസബിൾ വാല്യൂ എന്ന് വിളിക്കാം. നേരത്തെ പറഞ്ഞില്ലേ അസസബിൾ വാല്യൂ 3 കോടി രൂപ. എത്ര കോടി രൂപ? 3 കോടി രൂപ. ശരി, അതിൻ്റെ അകത്ത് നമുക്ക് ബേസിക് കസ്റ്റം ഡ്യൂട്ടി ആഡ് ചെയ്യാം. എത്ര പെർസെൻറ്റേജ്? 10%. 3 കോടിയുടെ 10% എന്ന് പറഞ്ഞാൽ 30 ലക്ഷം. എത്ര ലക്ഷം? 30 ലക്ഷം. ശരി, സിമ്പിൾ ആയിട്ട് അതിന്റെ കൂടെ ഇപ്പോൾ എന്ത് ആഡ് ചെയ്യാം? ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ പേരാണ് എന്ത്? സോഷ്യൽ വെൽഫെയർ സർചാർജ്. 10% ഓഫ് എന്ത്? ഇവന്റെ 10%. ശരി, അപ്പോൾ സോഷ്യൽ വെൽഫെയർ സർചാർജ് 10% ആഡ് ചെയ്തു. എത്രയാണ്? 30 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 3 ലക്ഷം. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനിയും കുറെ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. എന്തൊക്കെയുള്ള? GST IGST ഉണ്ട്, അതുപോലെ GST സെസ്സും ഉണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? IGST ആഡ് ചെയ്യാം. IGST എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, IGST എന്താ എടുക്കേണ്ടത്? ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെയും സോഷ്യൽ വെൽഫെയർ സർചാർജിന്റെയും പിന്നെ സേഫ് ഗാർഡ് ഡ്യൂട്ടിയുടെയും ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ഇവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയും വല്ലതും പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് അസസബിൾ വാല്യൂ, അതായത് അസസബിൾ വാല്യൂ ആയിട്ടുള്ള 3 കോടി പ്ലസ് 30 ലക്ഷം പ്ലസ് 3 ലക്ഷം, ഇത് 3 ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പൊ 3 കോടി 33 ലക്ഷം വരും. 3 കോടി 33 ലക്ഷം വരും. ഈ 3 കോടി 33 ലക്ഷത്തിന്റെ എത്ര പെർസെൻറ്റേജ്? 28%. സെയിം ഈ 3 കോടി 33 ലക്ഷത്തിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ GST കോമ്പൻസേഷൻ സെസ്? അവർ തന്നിട്ടുണ്ട് 20%. സെപ്പറേറ്റ് കാൽക്കുലേഷൻ കാണിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ അതിനെയും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഇപ്പൊ 3,33,000 3 കോടി 33 ലക്ഷം ആഡ് ചെയ്തില്ലടാ. 3 crores 33 lakhs നമ്മൾ എടുത്തില്ലേ? അതിന് പകരം അതിനോടൊപ്പം സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയും കൂടെ ആഡ് ചെയ്യേണ്ടി വന്നേനെ. ഇവിടെ അതില്ല.
അതുകൊണ്ട് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കൊള്ളാക്കേണ്ട കാര്യമില്ല. ശരി, അപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ അടുത്ത GST എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു നോക്കി. GST IGST 28% ആണ്. 28% ഓഫ് എന്ത് ഈ 3,333 ക്രോസ് ലാക്സ് ആണ്. അതിന്റെ എത്ര പെർസെൻറ്റേജ്? 28%. എത്ര വരും? 93,24,000 എന്ന് വരും. സെയിം ആ എമൗണ്ടിന്റെ എത്ര പെർസെൻറ്റേജ്? 20% ആണ്. എന്ത് 1 2 3 ഇൻറ്റു എത്ര പെർസെൻറ്റേജ്? 20% അല്ലേ പറഞ്ഞു സെസ്. 20% ആണ് എന്ത്? 66,60,000. അതാണ് GST കോമ്പൻസേഷൻ സെസ്. ഇനി എല്ലാം കൂടെ ആഡ് ചെയ്തോ, നമുക്ക് ആക്ച്വൽ കോസ്റ്റ് കിട്ടും. എല്ലാം കൂടെ ആഡ് ചെയ്തോ, ആക്ച്വൽ കോസ്റ്റ് കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മളിപ്പോൾ ഇത്രയും എമൗണ്ടുകളൊക്കെ കണ്ടുപിടിച്ചു. ഇനി ഇതിൽ എത്രയൊക്കെയാണ് പേ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുക. എത്രയൊക്കെയാണ് പേ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്ന മാത്രം നിങ്ങൾ നോക്കുക. റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം മാത്രം നോക്കുക. അതായത് നമ്മൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടി ആയിട്ട് എത്ര രൂപ പേ ചെയ്യേണ്ടി വരും? 30 ലക്ഷം രൂപ പേ ചെയ്യേണ്ടി വരും. അതിനോടൊപ്പം തന്നെ സോഷ്യൽ വെൽഫെയർ സർചാർജ് എത്ര പേ ചെയ്യേണ്ടി വരും? 3 ലക്ഷം പേ ചെയ്യേണ്ടി വരും. അപ്പൊ കസ്റ്റം ഡ്യൂട്ടിയിൽ ആക്ച്വലി പേ ചെയ്യേണ്ടി വരുന്ന എത്രയാ? ഇത് ഈ കോളം മാർക്ക് ചെയ്ത് 33 lakhs. ഇതാണ് നമ്മൾ കസ്റ്റംസിൽ കസ്റ്റം ഡ്യൂട്ടി ആയിട്ട് ആക്ച്വലി പേ ചെയ്യേണ്ടി വരുന്നത്. കഴിഞ്ഞില്ല, GST ലൈബിലിറ്റിയും കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മൾ GST ലൈബിലിറ്റി ആയിട്ട് ശ്രദ്ധിച്ചേ എത്രയായിരിക്കും പേ ചെയ്യേണ്ടി വരിക? ഫസ്റ്റ് പേ ചെയ്യേണ്ടി വരിക നമ്മുടെ IGST ആയിട്ട് 93,24,000 പേ ചെയ്യേണ്ടി വരും. പിന്നെ GST സെസ് ആയിട്ട് ഒരു 60,60,000 പേ ചെയ്യേണ്ടി വരും. അപ്പൊ GSTയിൽ ടോട്ടൽ ഇതാ ഇത്ര എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടി വരിക. കസ്റ്റംസിൽ നമ്മൾ ടോട്ടൽ ഈ 33 lakhs ആണ് പേ ചെയ്യേണ്ടി വരിക. അപ്പൊ ഇത് ഇത്രയാണ് നമ്മുടെ ലൈബിലിറ്റി. കസ്റ്റംസ് ആയിട്ട് ബന്ധപ്പെടുന്ന ലൈബിലിറ്റി ഇതാ 1ഉം ഈ 2 ഈ 3 ഇത്രയും 3 എമൗണ്ട് ആയിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടി വരിക. ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും സോഷ്യൽ വെൽഫെയർ സർചാർജും ഒരെണ്ണം, പിന്നെ GSTയും GST സെസ്സും രണ്ടാമത്തത്. അപ്പോൾ ടോട്ടൽ മൊത്തം 4 ഐറ്റം ആണ് നമ്മൾ പേ ചെയ്യേണ്ടി വരിക. അപ്പോൾ അയാൾക്കുണ്ടായ ആക്ച്വൽ കോസ്റ്റ് ആണിത്. ഇത് കോസ്റ്റ് ആണ്, ആക്ച്വൽ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ അയാൾക്ക് എത്ര? 3 കോടി രൂപയുടെ കാർ ഈ കസ്റ്റം ഡ്യൂട്ടിയും സോഷ്യൽ വെൽഫെയർ സർചാർജും GST എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ 4,92,00,000 ആയി. 4,92,84,000 രൂപയായി. 84,000 രൂപ ആയി. നന്നായിട്ട് മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായി. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഇനി അയാൾക്ക് ക്രെഡിറ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞാൽ ക്രെഡിറ്റ് വേണേൽ യൂസ് ചെയ്യാം. എത്ര ക്രെഡിറ്റ് ആയിക്കുള്ളത്? ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ 1,20,000 ആണ്. 1,20,000 അല്ലടാ, 120 ലക്ഷം. 120 ലക്ഷം അല്ലേ ഉള്ളത്. ഈ 120 ലക്ഷത്തിൽ നിന്ന് നമ്മൾ ഓൾറെഡി GST ആയിട്ട് IGST ആയിട്ട് പേ ചെയ്തത് എത്രയാ? 93 ലക്ഷമാണ്. അതും കുറച്ച് കളയാം. 93,24,000 നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കളയാം. ബാക്കി എമൗണ്ട് മാത്രം ഇയാൾ IGST ആയിട്ട് പേ ചെയ്താൽ മതി. സെസ് ലൈബിലിറ്റി സെസ്സുമായിട്ട് മാത്രമേ കുറയ്ക്കാൻ പറ്റൂ. IGST ആയിട്ട് മാത്രമേ കുറയ്ക്കാൻ പറ്റൂ. ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ക്രെഡിറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. IGST ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. സെസ്സിന്റെ ക്രെഡിറ്റ് അടുത്ത പ്രാവശ്യം സെസ്സിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അതിന്റെ റൂൾ ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാനില്ല. ഫൈനൽ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ എമൗണ്ട് കുറച്ച് കളഞ്ഞാൽ ബാക്കി മാത്രം പേ ചെയ്താൽ മതി. 1,20,000 അല്ല 120 ലക്ഷം മൈനസ് 23,24,000. 23 അല്ല 93. അപ്പോൾ ബാക്കി 26,76,000 രൂപയാണ് അയാൾ ബാക്കി IGST ആയിട്ട് പേ ചെയ്യാനുള്ളത്. എത്ര പേ ചെയ്യണം? 26,72,000 76,000 IGST ആയിട്ട് പേ ചെയ്യണം. പിന്നെ സെസ് ആയിട്ട് 66,60,000 പേ ചെയ്യണം. പിന്നെ കസ്റ്റം ഡ്യൂട്ടിയും ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും സോഷ്യൽ വെൽഫെയർ സർചാർജ് ആയിട്ട് 33 lakhs പേ ചെയ്യണം. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. പിടിയോ? മനസ്സിലായോ? അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു? ഫസ്റ്റ് ഫ്ലോ ചാർട്ടിലേക്ക് വരാം. ഫസ്റ്റ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10%. ഇനി ഇവിടെ രണ്ടാമത്തെ സ്ഥാനത്തിന് എന്ത് വിളിക്കാം? സോഷ്യൽ വെൽഫെയർ സർചാർജ്. എന്താണ്? 10% ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി അല്ലേ? ശരി. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? GST പഠിച്ചു, GST സെസ്സും പഠിച്ചു. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാ? അസസബിൾ വാല്യൂ പ്ലസ്, അതായത് ഇവിടെ ഇങ്ങനെ എഴുതിക്കോ, അസസബിൾ വാല്യൂ പ്ലസ് എന്ന് എഴുതണ്ട, പകരം എഴുതിക്കോ പെർസെൻറ്റേജ് ഓഫ് എന്ത്? അസസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് പ്ലസ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി പ്ലസ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. ഇതിന്റെ പെർസെൻറ്റേജ് ആണ് GST, അതുപോലെ GST സെസ്. പിടികിട്ടിയോ? ഓക്കെ. അടുത്ത നമുക്ക് കഴിഞ്ഞ സംഭവം കഴിഞ്ഞു. ഇനി ബാക്കിയൊക്കെ ചുമ്മാ വെറുതെ പറയാനുള്ള ഐറ്റംസേ ഉള്ളൂ. അടുത്താണ് അതർ കസ്റ്റം ഡ്യൂട്ടീസ്. ബാക്കിയുള്ള കസ്റ്റം ഡ്യൂട്ടീസ് ശരി ആയിക്കോട്ടെ. അതിൽ ഒന്നാമത്താണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി. എന്താണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി? എന്തായിരിക്കും പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി? ഒന്നുമില്ല, ഗവൺമെന്റിന് തോന്നുകയാണ് പുറത്തുനിന്ന് കുറേ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ ഇൻഡസ്ട്രിയെ തന്നെ ഇല്ലാണ്ടാക്കുക. പിടിയിട്ടാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മളെ ഡൊമസ്റ്റിക്കലി നമുക്ക് കിട്ടുന്ന സാധനങ്ങളുണ്ട്, ഒരു ഇൻഡസ്ട്രി ഉണ്ടെന്ന് വെച്ചോ. പക്ഷെ പുറത്തുനിന്ന് കുറേ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യയുടെ ഇൻഡസ്ട്രി തന്നെ ഇല്ലാണ്ടായി മാറും. നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു ഇൻഡസ്ട്രി മറ്റൊരു രാജ്യത്തിന് ഡിപ്പെൻഡ് ആയി പോകും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി,
നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിദേശ കമ്പനികളുണ്ട്. സുസുക്കി ഉണ്ട്. ഇപ്പോൾ കാറിൻ്റെ കാര്യം പറയാം, സുസുക്കി ഉണ്ട്, ടൊയോട്ടോ ഉണ്ട്, ഹോണ്ട ഉണ്ട്. ഈ പറയുന്ന കമ്പനികളെല്ലാം വിദേശ കമ്പനികളാണ്. പക്ഷേ ഗവൺമെന്റ് പ്രോപ്പർ റൂൾസും റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിദേശ കമ്പനി ആണെങ്കിൽ പോലും ഇന്ത്യയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ പ്ലാന്റ് തുടങ്ങണം, ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്താലേ ഇന്ത്യയിൽ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആക്ച്വലി ഇന്ത്യൻ കമ്പനി പോലെ തന്നെ ആയി. അതിന്റെ പ്രോഫിറ്റ് പോണത് അവർക്കായിരിക്കാം, പക്ഷേ ബാക്കിയുള്ള എല്ലാ ബെനിഫിറ്റും ഇന്ത്യയിൽ തന്നെ കിട്ടും. പക്ഷേ പുറത്തുനിന്ന് ഒരു കാറിനെ പ്രൊഡ്യൂസ് ചെയ്ത് അതുപോലെ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന BMW ഇല്ലേ, BMW, റോൾസ് റോയ്സ് ഒക്കെ പുറത്തുനിന്ന് കാർ ഉണ്ടാക്കി അതുപോലെ ഇമ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. പിടിക്കും. അപ്പോൾ ഇതുപോലൊരു ഇൻഡസ്ട്രി, ഇപ്പോൾ മൊബൈൽ ഫോൺ ഇൻഡസ്ട്രി സെയിം, പുറത്തുനിന്നുള്ള സാധനം ഇമ്പോർട്ടേഷൻ ചെയ്യാണ്. ഇന്ത്യയിൽ മാനുഫാക്ചർ ഒന്നും ചെയ്യുന്നില്ല, ഫുൾ ഇമ്പോർട്ടേഷൻ ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ ഇൻഡസ്ട്രി മുഴുവൻ ഇല്ലാണ്ടാവും. അപ്പോൾ പുറത്തുനിന്ന് അവർ ഇനിയിപ്പോൾ സാധനത്തിന് 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൺ വാങ്ങണമെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയേ പറ്റൂ. അപ്പോൾ ഗവൺമെന്റിന് മനസ്സിലായി ഈ ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യണം. പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇമ്പോർട്ടേഷന്റെ മുകളിൽ ഗവൺമെന്റിന് തോന്നുകയാണ് എങ്കിൽ, ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ, സെൻട്രൽ ഗവൺമെന്റ് മേ ഇമ്പോസ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ഓൺ എനി ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ. ശരി, ഗവൺമെന്റ് ഇമ്പോസസ് such duty on the recommendation made by Customs Commissioner established under Customs Commissioner Act 1951. ആയിക്കോട്ടെ, this duty is effectively oddly and inclusive of date as may be visible in the schedule 1 of Customs Verify. ആയിക്കോട്ടെ, പിടിയോ? അത്രേ ഉള്ളൂ. സിമ്പിൾ ഒരു അതായത് ഗവൺമെന്റ് തോന്നിയാണ് ഈ ഇൻഡസ്ട്രിയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. ഇമ്പോർട്ടേഷൻ ഇവിടെ കൂടുതൽ വരുന്നതുകൊണ്ട് ആ ഇൻഡസ്ട്രി തന്നെ കൊളാപ്സ് ആയി പോവുകയാണെങ്കിൽ ഗവൺമെന്റ് എവിടെ എന്ത് ചെയ്യാം, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ, ഇപ്പോൾ ഫോൺ പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് വരാം, ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന അറിയാമോ, ആ ഫോണിന്റെ ഈ പറഞ്ഞ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ആയിട്ട് ഒരു 100% വെച്ചു. ഇപ്പോൾ വില കൂടും, ആൾക്കാർ ഇമ്പോർട്ടേഷൻ കുറയ്ക്കും, ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ഇപ്പോൾ നിങ്ങൾ ഫ്ലോ ചാർട്ട് എടുത്തേ, ഇവിടെ നമുക്ക് എന്തും കഴിഞ്ഞു, പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടിയും കഴിഞ്ഞു. അതും കഴിഞ്ഞു. ശരി, ആയിക്കോട്ടെ, പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടിയും കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കുക. ഇനി ബാക്കിയെല്ലാം സിമിലർ കൈൻഡ് ആണ്. ഇപ്പൊ നമ്മൾ ഇനിയിപ്പോൾ ഈ പഠിക്കാൻ പോണതെല്ലാം ഒരു കൈൻഡ് ഓഫ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടിയാണ്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടീസ് ആണ്. ശരി, അടുത്താണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. എന്താണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി? സെയിം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റിന് തോന്നുകയാണ് ഒരു സർട്ടൻ ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ അവർ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാം. എന്ത് ഇമ്പോസ് ചെയ്യാം? സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാം. ഇതൊരു ജനറിക് ആണ്, എന്ന് വെച്ചാൽ അതായത് നേരത്തെ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എന്ന് പറയുന്നത് വേറൊരു കോൺസെപ്റ്റും സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മറ്റൊരു കോൺസെപ്റ്റാണ്. പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി സർട്ടൻ കേസുകളിൽ മാത്രം അവർ നന്നായിട്ട് ചിന്തിച്ച് കണ്ട്, അതായത് സർട്ടൻ ഒരു സിറ്റുവേഷനിൽ മാത്രമൊക്കെ ആയിരിക്കും നമ്മൾ ഇമ്പോസ് ചെയ്യുക. പക്ഷേ ഇവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേറെ. ഇപ്പോൾ ഗവൺമെന്റിന് വേണമെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഇൻഡസ്ട്രിക്ക് കംപ്ലീറ്റ്ലി സേഫ് ഗാർഡ് ഡ്യൂട്ടി റെക്കമെൻഡ് ചെയ്യാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇത്രേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്നറിയാം? അതായത് ഇവിടെ നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാനുണ്ട്. ടെക്സ്റ്റിലില്ല, പക്ഷേ നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സിമ്പിൾ ആണ്, ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി നേരത്തെ പറഞ്ഞതുപോലെ സെയിം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാധനം കൊണ്ടുവരുന്നത്? അതായത് ഒരു ആർട്ടിക്കിൾ ഇമ്പോസ് ചെയ്യുന്നത് ഹൈ നമ്പറിലാണ്, ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി, ഒരുപാട് ക്വാണ്ടിറ്റി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് സച്ച് ആർട്ടിക്കിൾ ഈസ് ഇമ്പോർട്ടഡ് ആസ് ദ കേസ് ഓർ ത്രെറ്റ് ടു കോസ് സീരിയസ് ഇഞ്ചുറി ടു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിക്ക് അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് തോന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനൊരു സേഫ് ഗാർഡ് മെഷർ എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് ഒരു പുതിയൊരു ടാക്സ് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാം. അതിന്റെ പേരാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. ശ്രദ്ധിച്ചോ, ഈ സേഫ് ഗാർഡ് ഡ്യൂട്ടി കൊണ്ടുവരുന്നത് ഒരു 4 വർഷത്തേക്കാണ്. വേണമെങ്കിൽ അവർക്ക് ഒരു 10 വർഷത്തേക്ക് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ഒരു സിംഗിൾ കേസിലായിരിക്കും. ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നമുക്ക് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി വേണം തോന്നിയാൽ അവർക്ക് കൊടുക്കാം. ഇത് ജനറിക് ആയിട്ട് പറയും, ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് പറയും, 4 വർഷത്തേക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും ഗുഡ്സ് നിങ്ങൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സേഫ് ഗാർഡ് ഡ്യൂട്ടി. ചിലപ്പോൾ 4 എന്നുള്ളത് എക്സ്റ്റെൻഡ് അപ് ടു 10 ഇയേഴ്സ്, 10 വർഷം വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. അതാണ് ഡ്യൂറേഷൻ ഓഫ് ഇമ്പോസിഷൻ. പിടിയോ? ഡ്യൂറേഷൻ ഓഫ് ഇമ്പോസിഷൻ പിടിയോ? അപ്പോൾ നോർമലി 4 വർഷമാണ്. ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡ് ടു എത്ര വർഷം? 10 ഇയേഴ്സ്. ഇനി ശ്രദ്ധിച്ചോ, എന്താ സംഭവം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ഇതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ സാധനം മനസ്സിലാവും. സിമ്പിളാണ്. 2 ടൈപ്പ് ഓഫ് സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ഒന്ന് പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി. മനസ്സിലായില്ല? ഈ പ്രൊവിഷണൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. പ്രൊവിഷണൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് തോന്നിയ ഇപ്പോൾ കുറേ സാധനങ്ങളായിട്ട് ഇതേ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ കസ്റ്റം ഡിപ്പാർട്ട്മെന്റിന് തോന്നിയാണ് കുറേ പ്രാവശ്യമായിട്ട് ഈ ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് ഗുഡ്സ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ശരി, ഒരു കാര്യം ചെയ്യാം, സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാം. അത് പ്രൊവിഷണൽ ബേസിൽ ഇമ്പോസ് ചെയ്യാം. ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ടേഷൻ ചെയ്യുന്നു, അപ്പോൾ അവർ പറഞ്ഞു സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്. അപ്പോൾ പ്രൊവിഷണൽ ബേസിൽ ഞങ്ങൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാണ്. ഒരു 200 ദിവസമാണ് അതിന്റെ ടൈം. 200 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പ്രോപ്പർ സ്റ്റഡി നടത്തിയിട്ട് നോക്കും ഇവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി വേണോ വേണ്ടതെന്ന്. വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഈ വാങ്ങിയ എമൗണ്ട് ഞങ്ങൾ എടുക്കും, വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇത് റീഫണ്ട് ചെയ്ത് തരും. അത്രേ ഉള്ളൂ.
പിടിയോ ഒന്നിട്ട് പറഞ്ഞേ ഇതാണ് പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി. ഗവൺമെന്റ് ആക്ച്വലി വേണമെങ്കിൽ ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗുഡ് സ്പെസിഫിക് ആയിട്ടോ പറയാം, ഇന്ന ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിക്കോ ഇന്ന ടൈപ്പ് ഓഫ് ഗുഡ്സിനോ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ട് ഇത്ര വർഷത്തേക്കെന്ന് പറയാം. അങ്ങനെയാണ് കുഴപ്പമില്ല. ഇനി കസ്റ്റം ഡിപ്പാർട്ട്മെന്റ് തോന്നുകയാണ് ചില സിറ്റുവേഷനിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി വേണം, അങ്ങനെയാണ് അവർ പ്രൊവിഷണൽ ബേസിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ലഭ്യ ചെയ്യും. ഇമ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ടാക്സ് ലഭ്യ ചെയ്യും. എന്നിട്ട് പറയും ഞങ്ങളൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കട്ടെ, ഒരു 200 ദിവസം സമയമുണ്ട്, സ്റ്റഡി ചെയ്തിട്ട് സേഫ് ഗാർഡ് ഡ്യൂട്ടി വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ പൈസ തിരിച്ചു വന്നേക്കാം, വേണം തോന്നുകയാണെങ്കിൽ ഞങ്ങൾ എടുക്കും. പിടിയോ അതാണ് പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി. എന്താണ് പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി? ഓക്കെ, പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്താ? പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി is a measure shall not be remained in force for more than 200 days from the date on which it is applied. 200 ദിവസം. എന്നിട്ട് എന്ത് ചെയ്യുക? ഫർദർ where the final determination the central government is of the option that increase import has not caused അല്ലെങ്കിൽ threaten the in the injury to domestic industry, അങ്ങനെയാണെങ്കിൽ it shall be refunded. ഈ സേഫ് ഗാർഡ് ഡ്യൂട്ടി കളക്റ്റഡ് will be refunded. സിമ്പിൾ കാര്യം. പിടിയോ? മനസ്സിലായോ? ശരി. ഇതിൽ ഈ ഹെഡിങ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, അതുകൊണ്ട് ഹെഡിങ് സ്ട്രൈക്ക് ഓഫ് ചെയ്തേക്ക്. കറക്റ്റ് കാര്യം ഇവിടെ എഴുതിയേക്കുന്നത്, എന്നാലും നിങ്ങൾക്ക് വായിച്ചാൽ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ട് സ്ട്രൈക്ക് ഓഫ് ചെയ്തേക്ക്. ഇനി നമുക്ക് താഴോട്ടുള്ള സാധനങ്ങൾ വായിക്കാം. ശരി, ഒന്നാമത്തത് ഈ സാധനം വരുന്നത് ഡൊമസ്റ്റിക് ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നായിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഈ സാധനം വരുന്നത് എവിടെ നിന്നാണ്? ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നായിരിക്കണം. എവിടെ നിന്നായിരിക്കണം? ഒരു ഡെവലപ്പിംഗ് കൺട്രി. എവിടെ നിന്നായിരിക്കണം? ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നായിരിക്കണം. ഒന്നാമത്തെ കാര്യം. ശരി, ശ്രദ്ധിച്ചോ. അടുത്തത്, ഈ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് വരുന്ന ഈ സാധനം ഒരു കൺട്രിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ചൈനയിൽ നിന്ന്, ചൈന ഇപ്പൊ ഡെവലപ്പിംഗ് കൺട്രിയാണ് സങ്കല്പിക്കാം, ചൈനയിൽ നിന്ന് നമ്മൾ കുറെ പ്രോഡക്റ്റ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ടോയ്, ഒരു സ്പെസിഫിക് ടോയ്, നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ടോയ്, ഒരു ഡോളാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ നോക്കുന്നത് പറഞ്ഞാൽ ഫുൾ നമ്മുടെ കൺട്രിയിൽ നിന്ന് മൊത്തം എത്ര ഇമ്പോർട്ടേഷൻ ആണ് ആ ഡോളിന്റെ നടന്നു നോക്കും. ഇപ്പൊ ടോട്ടലി നോക്കിയപ്പോൾ ഒരു 1000 കോടി രൂപയുടെ ഇമ്പോർട്ടേഷൻ ആണ് മൊത്തം നമുക്ക് ആ ഒരു ഡോളിന്റെ ഇമ്പോർട്ടേഷൻ നടന്നത്. ശരി, ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന എത്ര? ഇപ്പൊ സപ്പോസ് ഞാൻ കൊണ്ടുവരുന്നത് ഒരു 50 കോടിയുടെ ഡോളാണെന്ന് വെച്ചോ, 50 കോടി രൂപയുടെ ഡോളാണ് ഞാൻ കൊണ്ടുവരുന്നത്, ടോയ് ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവർ നോക്കുമ്പോൾ ഈ ടോട്ടൽ ഇമ്പോർട്ടേഷൻ എത്ര പെർസെന്റേജ് ആണ് എന്റേത് നോക്കും. ഇപ്പൊ 50 കോടിയല്ലേ, എത്ര ശതമാനം വരും? 5% വരും അല്ലെ, 5% വരും അല്ലെ. ഇങ്ങനെയാണെങ്കിൽ അവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ട്. ലെസ് ദാൻ 3% ആണെങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇല്ല. എന്താണ് സംഭവം? ഒന്നിനെ പറയാം. ഈ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് നമ്മൾ സാധനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം ഇമ്പോർട്ടേഷൻ ചെയ്ത ആർട്ടിക്കിളിന്റെ എത്ര പെർസെന്റേജ് ആണ് ഞാൻ കൊണ്ടുവന്നതെന്ന് നോക്കും. ആ കൊണ്ടുവന്നത് 3%-നേക്കാളും താഴെയാണെങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇല്ല, 3%-നേക്കാളും മുകളിലാണെങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ട്. മനസ്സിലായോ? ഒന്നിട്ട് പറയാം. ഞാൻ ചൈനയിൽ നിന്ന് സാധനം ഇമ്പോർട്ട് ചെയ്യാം. ടോട്ടൽ ഫുൾ ഇമ്പോർട്ടേഷൻ ഞാൻ മാത്രം ചെയ്ത ഇമ്പോർട്ടേഷൻ, അതായത് മൊത്തം ഇമ്പോർട്ടേഷൻ ആക്ച്വൽ ആ ഡോൾ എന്ന് പറയുന്ന സാധനം, ആ ടോയ് മൊത്തം ഇന്ത്യയിൽ ആ വർഷം എത്ര ഇമ്പോർട്ട് ചെയ്തു നോക്കിയപ്പോൾ മനസ്സിലായ 1000 കോടി രൂപയുടെ ഇമ്പോർട്ടേഷൻ നടന്നു. ശരി, ഇനി നോക്കേണ്ടത് 1000-ന്റെ 3% വരെയാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എന്തില്ല, സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇല്ലെങ്കിലുണ്ട്. ഞാൻ നോക്കിയപ്പോൾ 1000 കോടി രൂപയുടെ 5% ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലെ, അപ്പൊ എനിക്ക് സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ട്. എത്ര പെർസെന്റേജ്? അതിന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ശരി, ഇനി മോർ ദാൻ 1 കൺട്രിയിൽ നിന്ന് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ. ഇപ്പൊ സപ്പോസ് ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു 50 കോടിക്ക് പകരം 25 കോടിയാന്ന് വെച്ചോ. 25 കോടി എന്ന് പറയുന്നത് 3%-നേക്കാളും താഴെയല്ലേ, കാരണം 2.5% വരത്തുള്ളൂ. ശരി, ഇനി അതുപോലെ ഞാൻ വേറൊരു രാജ്യത്ത് നിന്ന്, വേറൊരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഒരു 2 crore സാധനം കൊണ്ടുവന്നു. സെയിം, ഈ 2 crore 3%-നേക്കാളും താഴെയല്ലേ? അതെ. അടുത്ത ഞാൻ വേറൊരു രാജ്യത്ത് നിന്ന് ഒരു 4 crore സാധനം കൊണ്ടുവന്നു. 4 crore വേണ്ട, വിട്ടേക്ക്. രണ്ട് പ്രാവശ്യം കൊണ്ടുവന്നു വെച്ചോ. ഒന്ന് 2.5 crores, ഒന്ന് 2 crores. ഇത് രണ്ടും 3%-നേക്കാളും താഴെയാണ്. അപ്പൊ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇല്ല. പക്ഷേ ഈ 3%-ന് താഴെ വന്നേക്കുന്ന ഈ ഐറ്റത്തിനെ എല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. മോർ ദാൻ 1 കൺട്രിയിൽ നിന്ന് വരുന്ന ഈ 2 ഐറ്റത്തിനെയും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിന്റെ ടോട്ടൽ 9%-നേക്കാളും താഴെയാണെങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇല്ല, ഇല്ലെങ്കിൽ അവനും സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ട്. കൺഫ്യൂസിംഗ് ആണ്, എനിക്കറിയാം. ഇത് ആക്ച്വൽ ഫിഗേഴ്സ് വെച്ച് പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാനൊരു പ്രോബ്ലം തപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പഴയ ടെക്സ്റ്റിൽ നിന്ന്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഡിറ്റർമൈൻ ദ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേയബിൾ ബൈ എക്സ് ലിമിറ്റഡ്, വൈ ലിമിറ്റഡ്, സെഡ് ലിമിറ്റഡ്, എ ലിമിറ്റഡ്. കണ്ടു, ഇതെല്ലാം പല പല കമ്പനീസ് അല്ലേ. എക്സ് ലിമിറ്റഡും വൈ ലിമിറ്റഡും സെഡ് ലിമിറ്റഡും എ ലിമിറ്റഡും എല്ലാം പല പല കമ്പനി അല്ലേ. ഓക്കെ, ശരി, ഇവരെന്ത് ചെയ്തു? സാധനം ഇമ്പോർട്ടേഷൻ ചെയ്യണം. നമുക്ക് നോക്കാം. ഇമ്പോർട്ട് സോഡിയം നൈട്രേറ്റ്. കണ്ടോ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക്കോ
അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സ്പെസിഫിക് ഒക്കെ ആയിരിക്കും. ഇപ്പൊ ഗവൺമെന്റ് പറയാണ് സോഡിയം നൈട്രേറ്റ് ആണ്, സോഡിയം നൈട്രേറ്റ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ടെന്ന് ഗവൺമെന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്വസ്റ്റനിലെ ബാക്കി അവർ പറഞ്ഞിരിക്കുന്നത് സേഫ് ഗാർഡ് ഡ്യൂട്ടി ഫ്രം ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നുണ്ട്, ഡെവലപ്ഡ് കൺട്രിയിൽ നിന്നുണ്ട്. ശരി, അതിന് സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. ശരി, ഓൺ 26th ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ദിവസം സാധനം ഇമ്പോർട്ട് ചെയ്യുന്നു ആയിക്കോട്ടെ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, എക്സ് ലിമിറ്റഡ് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് 70 കോടി രൂപയുടെ സാധനം കൊണ്ടുവന്നു. ശരി, വൈ ലിമിറ്റഡ് ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് 72 കോടി രൂപയുടെ സാധനം കൊണ്ടുവന്നു. സെഡ് ലിമിറ്റഡ് ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് 52 കോടി രൂപയുടെ സാധനം കൊണ്ടുവന്നു. എ ലിമിറ്റഡ് ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് 50 കോടി രൂപയുടെ സാധനം കൊണ്ടുവന്നു. ശരി, ഇനി അതേഴ്സ് ബാക്കിയുള്ള എല്ലാം കൂടെ ചേർത്ത് ഡെവലപ്ഡ് കൺട്രിയിൽ നിന്ന് 2256 കോടി രൂപയുടെ സാധനം കൊണ്ടുവന്നു. ഇതെന്ത് കൺട്രിയാ? ഡെവലപ്ഡ് കൺട്രിയാണ്. എന്താണ് ഡെവലപ്ഡ് കൺട്രി? ശരി, ആയിക്കോട്ടെ. ടോട്ടൽ എല്ലാം കൂടെ ചേർത്തപ്പോൾ 2500 കോടി രൂപയുടെ സോഡിയം നൈട്രേറ്റ് ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്. 2500 കോടി രൂപയുടെ സോഡിയം നൈട്രേറ്റ് ആണ് നമ്മൾ ഇമ്പോർട്ടേഷൻ ചെയ്തത്. പിടിക്കോ? അപ്പൊ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തത് നമ്മൾ ഇൻഡിവിജ്വലി നോക്കണം. ഇനി രണ്ടാമത്തത് ഇൻഡിവിജ്വലി പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അഗ്രിഗേറ്റ് ടോട്ടൽ നോക്കണം. ഇൻഡിവിജ്വലി 3%, ടോട്ടൽ ആണെങ്കിൽ 9%. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. നമുക്ക് നോക്കാം. ഓരോന്നും ഇൻഡിവിജ്വലി നോക്കാം, ഓരോന്നിന്റെയും ടോട്ടൽ നോക്കാം. ഓരോന്നും ഇൻഡിവിജ്വലി നോക്കാം, ഓരോന്നിന്റെയും ടോട്ടൽ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങൾ ഇതിന്റെ സം കണ്ടുപിടിക്കുക. വെയിറ്റ് ചെയ്തേ. സമ്മ് ഇവർ ക്വസ്റ്റനകത്ത് സമ്മ് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ ഇമ്പോർട്ടേഷൻ ചെയ്ത് എത്രയാ? 2500 കോടിയാണ്. 2500 കോടി ചെയ്തു. അപ്പൊ നമുക്ക് വേണ്ട എന്താ? ഇൻഡിവിജ്വലി ഇവന്മാർ 3% താണ്ടുന്നുണ്ടോ നോക്കുക. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ 2500ന്റെ 3% കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. 2500 ഇൻറ്റു 3% എന്ന് പറയുമ്പോൾ എത്ര വരാം? ഇൻറ്റു 3% എന്ന് പറയുമ്പോൾ 75 കോടിയാണ് വരുന്നത് അല്ലേ? അപ്പൊ 75 കോടി രൂപ വരെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രം ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇല്ല. 75 കോടി കൂടി കഴിഞ്ഞാൽ 3% വരും. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇൻഡിവിജ്വലിന്റെ അതാണ്. ശരി, നമുക്ക് നോക്കാം. ആദ്യമേ അവന് 70 കോടിയേ വരുന്നുള്ളൂ. 70 കോടി എന്ന് പറയുന്നത് 2.8%, അതായത് 3% വരുന്നില്ല. ഈ പെർസെന്റേജ് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. എന്നാലും കണ്ടുപിടിച്ചോ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇവന് ഇൻഡിവിജ്വൽ കണ്ടീഷൻ നോക്കുമ്പോൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇല്ല. ശരി, രണ്ടാമത്തവൻ 72 കോടിയാണ്, ഇവനും ഇല്ല. മൂന്നാമത്തവൻ 52 കോടിയാണ്, അവനും ഇല്ല. നാലാമത്തവൻ 50 കോടിയാണ്, അവനും ഇല്ല. മറ്റേത് ഡെവലപ്പിംഗ് കൺട്രിയിലെ അവനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിടിയോ? അപ്പൊ യവന്മാർ 4 പേരുമാണ് ഡെവലപ്പിംഗ് കൺട്രി, മറ്റവൻ ഡെവലപ്ഡ് കൺട്രിയാണ്, അവനെ മൈൻഡ് ചെയ്യേണ്ട. ശരി, അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ അനുസരിച്ച് യവന്മാർക്കൊന്നും സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇല്ലേ? 3% വെച്ച് നോക്കുമ്പോൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇല്ല. ഇനി ഇതിൽ ഇപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ വന്നില്ലെങ്കിൽ നമ്മൾ നേരെ സെക്കൻഡ് കണ്ടീഷനിലേക്ക് പോകും. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് ടോട്ടൽ 9% വരുന്നുണ്ടോ നോക്കാം. ടോട്ടൽ 9% വരുന്നുണ്ടോ നോക്കാം. ടോട്ടൽ 9% വരുന്നുണ്ട്. ഇപ്പൊ ഇവന്മാരുടെ എല്ലാം കൂടെ ടോട്ടൽ എടുത്തേ. 70 പ്ലസ് 72 പ്ലസ് 52 പ്ലസ് 50 എല്ലാം കൂടെ കൂട്ടി ഇപ്പൊ എത്രയാ വന്നേ? 70 പ്ലസ് 72 പ്ലസ് 52 പ്ലസ് 50 കൂട്ടിയപ്പോൾ നമുക്ക് 244 വന്നു. 244 വന്നു. ഈ 244 എത്ര പെർസെന്റ് നോക്കി? 244 ഡിവൈഡ് ബൈ 2500ന്റെ പെർസെന്റേജ് നോക്കുമ്പോൾ നമുക്ക് 9.76 എന്ന് കിട്ടും. അത് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അതായത് ഇതെല്ലാം കൂടെ കൂട്ടിയത് 9.76 എന്ന് കിട്ടും. ഇത് 72 ആണേ. 9.76 എന്ന് കിട്ടും. അപ്പൊ നോക്കി, ഇൻഡിവിജ്വലി പറ്റില്ല, പക്ഷേ അഗ്രിഗേറ്റ് കൂട്ടിയപ്പോൾ അത് 9%-നെക്കാളും കൂടുതലാണ്. അപ്പോൾ അവന്മാർക്ക് സേഫ് ഗാർഡ് ഡ്യൂട്ടി വന്നു. അവന്മാർക്ക് എന്ത് വന്നു? സേഫ് ഗാർഡ് ഡ്യൂട്ടി വന്നു. എത്ര വന്നു? എത്ര സേഫ് ഗാർഡ് ഡ്യൂട്ടിയുടെ പെർസെന്റേജ് ഇവർ തന്നിട്ടില്ല. അത് നോർമലി ക്വസ്റ്റൻ അത് തന്നിട്ടുണ്ട്. സേഫ് ഗാർഡ് ഡ്യൂട്ടി 30% എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഈ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് വരുന്ന ഓരോന്നിനും 30% കൊടുക്കുക. ഓരോന്നിനും എത്ര പെർസെന്റ് കൊടുക്കുക? 70 ലക്ഷത്തിന്റെ 30%, 70 കോടിയുടെ 30%, 21 ക്രോസ് വരും. സെയിം 72ന് വീണ്ടും 21.6 ക്രോസ് വരും. 50, 52 ഇതിനെല്ലാം 30% വരും. 30% പിടിയോ? ഇതാണ് സം. അപ്പൊ ഇൻഡിവിജ്വലി നോക്കുക. പറ്റിയില്ലെങ്കിൽ ഇൻഡിവിജ്വലി ഉണ്ടെങ്കിൽ ഇപ്പൊ സപ്പോസ് ഇപ്പൊ എക്സാമ്പിൾ പറയാണെന്ന് വെച്ചോ, ഇപ്പൊ ഇവന് 75 ഇവൻ 50 അല്ലേ ഇവിടെ 50 പകരം ഇവന് 80 ആണെങ്കിൽ എന്ത് സംഭവിക്കും? 80 ആണെങ്കിൽ ഇവൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? സേഫ് ഗാർഡ് ഡ്യൂട്ടിയിൽ വരും. ഇവൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? സേഫ് ഗാർഡ് ഡ്യൂട്ടിയിൽ വരും. 30% നമ്മൾ കൊടുക്കും. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കൂട്ടും. ആരൊക്കെ? ഈ ബാക്കിയുള്ള ഈ 70 ലക്ഷം, ഈ 72 ലക്ഷം, ഈ 52 ലക്ഷം, ഈ ബാക്കിയുള്ള 3 പേര് കൂട്ടുമ്പോൾ അത് എത്ര വരുന്നുണ്ട്? 9% വരുന്നുണ്ടോ നോക്കും. ഈ കേസിൽ 9% വരില്ല. അപ്പൊ ഇവന്മാർക്ക് ആർക്കും സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇല്ല, ഇവന് മാത്രം സേഫ് ഗാർഡ് ഡ്യൂട്ടി വരും. പിടിയോ? അതാണ് ആ രണ്ട് സിറ്റുവേഷൻസ്. ഈ പ്രോബ്ലം ഒന്നും എക്സാമിന് ചോദിക്കൂല, എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി നിങ്ങളെ പഠിപ്പിച്ചു എന്നേ ഉള്ളൂ. പിടിയോ? മനസ്സിലായോ? ഇത്രേ ഉള്ളൂ സം. അപ്പൊ അതാണ് ഇവിടെ എഴുതി വെക്കുന്ന സേഫ് ഗാർഡ് ഡ്യൂട്ടിയുടെ പെർസെന്റേജ്. കണ്ടോ? വേർ ദ ആർട്ടിക്കിൾ ഈസ്
originating from one developing country ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? The share of importation of that article from the country does not exceed 3% of total importation of that article into India. More than one developing country ആണെങ്കിൽ the aggregate of imports shall not exceed such country does not exceed 9% of total importation. അത്രേ ഉള്ളൂ. സേഫ് ഗാർഡ് ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൊഡക്റ്റ് സ്പെസിഫിക് ആയിട്ടോ ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടോ ഗവൺമെന്റിന് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ കൈൻഡ് ഓഫ് ഗുഡ്സ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി വരും. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ടോട്ടൽ ഇമ്പോർട്ടേഷന്റെ 3% ആണെങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി വരും. ഇനി ആ 3% വന്നില്ലെങ്കിൽ ടോട്ടൽ ഇമ്പോർട്ടേഷൻ ഈ 3% വരാത്ത ആൾക്കാരെല്ലാം കൂടെ ഞങ്ങൾ കൂട്ടുമ്പോൾ അത് 9% വരുന്നുണ്ടോ നോക്കും. 9% എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും സേഫ് ഗാർഡ് ഡ്യൂട്ടി വരും. സേഫ് ഗാർഡ് ഡ്യൂട്ടി നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത് 4 ഇയേഴ്സിലേക്കാണ്. ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു 10 ഇയേഴ്സ്. പിടികിട്ടിയോ? നന്നായിട്ട് മനസ്സിലായോ? ഓക്കെ. അടുത്തതാണ് കൗണ്ടർ വെയിലിംഗ് ടാക്സ് ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ. എന്താണ് കൗണ്ടർ വെയിലിംഗ് ടാക്സ് ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ? ഇപ്പോൾ ചില രാജ്യങ്ങളിലെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യയുടെ ഇൻഡസ്ട്രി തകർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം, അപ്പോൾ ചൈനയുടെ എക്സാമ്പിൾ പറയാം. ചൈനയും ഇന്ത്യയും തമ്മിൽ അത്ര നല്ല ടേംസിലൊന്നും അല്ല ഉള്ളത്. അപ്പോൾ ചൈനീസ് ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയോട് പറയാം, നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്ക് ആ ഇൻഡസ്ട്രി ഇന്ത്യയിലെ ആ ഒരു ഇൻഡസ്ട്രി മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? നശിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഗവൺമെൻറ് സബ്സിഡി തരാം, ഗുഡ്സിന് സബ്സിഡി തരാം. ഇങ്ങനെയല്ല, വേണമെങ്കിൽ നോർമൽ കേസിലും വേണമെങ്കിൽ ആവാം. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഒരു 100 രൂപ വിലയുള്ള സാധനം ഗവൺമെൻറ് ഇതിനൊരു 75 രൂപ സബ്സിഡി തരുന്നു. അപ്പോൾ ആക്ച്വലി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് 25 രൂപ മാത്രമേ കോസ്റ്റ് ആവുള്ളൂ. ഇവിടുത്തെ എക്സ്പോർട്ട് ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിയപ്പം വീണ്ടും 25 രൂപയായി, ടോട്ടൽ 50 രൂപയായി. അയാളുടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് അയാൾ ഇത് 55 രൂപയ്ക്ക് വിൽക്കുന്നു. 55 രൂപയ്ക്ക് വിൽക്കുന്നു. ഇന്ത്യയിൽ ഇതേ സെയിം സാധനത്തിന് 100 രൂപ ഉണ്ടെന്ന് വെച്ചോ, 100 രൂപയുണ്ട്. അപ്പോൾ ആൾക്കാർ 55 സാധനം മേടിക്കോ, 100 രൂപയുടെ സാധനം മേടിക്കോ, 55 സാധനം മേടിക്കും. അവർക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റി. എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റിയത്? ആ ഒരു പ്രൊഡക്റ്റിന്റെ 75% സബ്സിഡി ആ ഗവൺമെന്റുകാർ, ഇപ്പോൾ ചൈനീസ് ഗവൺമെന്റുകാർ തന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ 55 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? സാധനം വാങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു ലെവൽ കഴിയുമ്പോൾ വേണമെങ്കിൽ ഇവർക്ക് പ്രൊഡക്റ്റിന്റെ വില ഒറ്റയടിക്ക് കുത്തനെ കൂട്ടാം. അല്ലെങ്കിൽ 55 രൂപയ്ക്ക് സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആ ഇൻഡസ്ട്രി മുഴുവൻ ഇല്ലാണ്ടാവും. കാരണം ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് 55 രൂപയ്ക്ക് സാധനം വിൽക്കാൻ പറ്റില്ല, നഷ്ടത്തിൽ വരും. അവരെന്ത് ചെയ്യും? ഇവിടുന്ന് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പിടിയിട്ട് അങ്ങനെ ഒരു ഇൻഡസ്ട്രിയെ മുഴുവൻ നശിപ്പിക്കും. ആ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പറയാണ്, നിങ്ങൾക്ക് എവിടുന്നെങ്കിലും സബ്സിഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കൗണ്ടർ വെയിൽ ചെയ്യാനായിട്ട് ഞങ്ങളൊരു ഡ്യൂട്ടി കൊണ്ടുവരും. അതാണ് കൗണ്ടർ വെയിലിംഗ് ടാക്സ് അല്ലെങ്കിൽ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ. എങ്ങനെയാ? മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സബ്സിഡി കിട്ടി, അങ്ങനെയാണെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന സാധനമാണ് കൗണ്ടർ വെയിലിംഗ് ടാക്സ് ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ. ഡ്യൂട്ടി ലെവീഡ് ഇഫ് ദ ആർട്ടിക്കിൾ ആർ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ബൈ ഗെറ്റിംഗ് ആ സബ്സിഡീസ് ഫ്രം അതർ കൺട്രീസ്. മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് സബ്സിഡി കിട്ടുന്നുണ്ടെങ്കിൽ. ഇതിന്റെ ക്വാണ്ടം ഓഫ് ഡ്യൂട്ടി എന്താണെന്നറിയാമോ? അതായത് സെൻട്രൽ ഗവൺമെന്റ് മേ ഇമ്പോസ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി നോട്ട് എക്സീഡിംഗ് ദ എമൗണ്ട് ഓഫ് സച്ച് സബ്സിഡി. ഇവിടെ എത്ര രൂപയായിരുന്നു ഞാൻ പറഞ്ഞ എക്സാമ്പിൾ സബ്സിഡി? 75 രൂപ. അപ്പോൾ വേണമെങ്കിൽ ഗവൺമെന്റ് ഈ പറയുന്ന 75 രൂപയും എക്സ്ട്രാ ഒരു കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് മേടിക്കാം. പിടികിട്ടിയോ? സിമ്പിൾ കാര്യം. ഇനി അടുത്തതാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ലാസ്റ്റ് കാര്യമാണ്, ഇതും കൂടെ പറഞ്ഞാൽ തീർന്നു. എന്താണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി? ഞാൻ കുറേ കഥ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ സമയം കിട്ടുന്ന സമയത്ത് വെറുതെ ഒന്ന് വായിച്ചു നോക്കും. ഇതും ഒരു കൈൻഡ് ഓഫ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടിയാണ്. ഇതൊരു കൈൻഡ് ഓഫ് എന്താണ്? പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടിയാണ്. നമ്മുടെ WHO ഇല്ലേ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇവരും നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡ് പോളിസീസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്യൂട്ടിയാണ് ഈ പറഞ്ഞ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, നമ്മുടെ ഇന്ത്യയിൽ കുറേ ഈ പറഞ്ഞ മാക്ബുക്കും കമ്പ്യൂട്ടേഴ്സും ഒക്കെ ചെറിയ വിലയിൽ കിട്ടുന്നുണ്ട്. പുറത്തുള്ള രാജ്യങ്ങളിൽ അവർ ഈ പറഞ്ഞ സാധനം 1 വർഷമോ 2 വർഷമോ ഉപയോഗിച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ഡംപ് ചെയ്യും. ഇപ്പോൾ ഒരു വലിയൊരു കമ്പനി ഉണ്ടെന്ന് വെച്ചോ, അവർക്കൊരു 1000 എംപ്ലോയീസ് ഉണ്ട്, 1000 എംപ്ലോയീസിന് 1000 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അതൊരു 3 വർഷം അവർ ഉപയോഗിച്ചു. ഇനി അവർക്കത് വേണ്ട, അവരെ നാട്ടിൽ തന്നെ ഡിസ്പോസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എളുപ്പം അവർക്ക് മറ്റേതെങ്കിലും രാജ്യത്തിൽ ഇത് വിൽക്കുന്നതാണ്. അവിടുന്ന് നമുക്ക് സാധനം ബൾക്കായിട്ട് എന്ത് ചെയ്യും? ഇന്ത്യയിലുള്ള പല ആൾക്കാരും ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ചീപ്പ് വിലയിൽ കൊടുക്കാം. ആ പറഞ്ഞ ഇലക്ട്രോണിക് വേസ്റ്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഡംപാവേ ചെയ്യുന്നത് എഫക്റ്റീവ്ലി. നമുക്ക് ഉപകാരമാണ്, പക്ഷേ ഒരു നാടിനെ സംബന്ധിച്ച് നോക്കിയാൽ അത്ര നല്ലതല്ല. അപ്പോൾ വേണമെങ്കിൽ ഗവൺമെന്റ് അവിടെ എന്തുകൊണ്ടുവരാം? ഒരു ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ഇവിടെ ആ പറയുന്ന സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്ത് നമ്മുടെ എന്ന നാടിനെ നശിപ്പിക്കാതിരിക്കാനായിട്ട് എക്സ്ട്രാ ഒരു ഡ്യൂട്ടി കൊണ്ടുവരാം. അതിന്റെ പേരാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ഹിസ്റ്ററിയാണ് എഴുതി വെച്ചേക്കുന്നത് നോക്കി. ഡംപിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് നോക്കി. Dumping is said to occur when goods are exported by a country to another country at a price lower than the normal value. കണ്ടോ, നമ്മുടെ നോർമൽ വാല്യൂവിനേക്കാളും ചെറിയ വിലയ്ക്കായിരിക്കും ഈ പ്രോഡക്റ്റുകൾ ഇവിടെ എത്തുന്നത്.
കറക്റ്റ് അല്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പിന്റെ വില എന്ന് പറയുന്നത് 25,000 ആണെങ്കിൽ ഈ സാധനം പുറത്തുനിന്ന് അവർ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ അവർക്ക് 15,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പിടിക്കോ? ആന്റി ഡംപിങ്. അപ്പൊ എന്ത് ചെയ്യും? ഗവൺമെന്റ് പറയും, സിമ്പിൾ ആയിട്ട് പറയും, ഇവിടുത്തെ നോർമൽ വാല്യൂ എത്രയാ? നോർമൽ വാല്യൂ എന്ന് പറഞ്ഞത് 25 ശരി. നിങ്ങൾ ഇവിടെ എക്സ്പോർട്ട് ചെയ്തപ്പോൾ എത്രയാണ് പ്രൈസ് ആയത് മൊത്തം 15 രൂപയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇതിന് ഈക്വൽ ആക്കാനായിട്ട് എക്സ്ട്രാ ഒരു 10 രൂപ ആന്റി ഡംപിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനത്തിന്റെ വില എത്രയാവും? 25 ആവും. അപ്പോൾ അവർക്ക് ലാഭം കിട്ടത്തില്ല, അവർ പുറത്തുനിന്നുള്ള വേസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് ഡംപ് ചെയ്യത്തില്ല. പിടിക്കോ? അത്രേ ഉള്ളൂ. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ കഥ ഒന്ന് വെറുതെ വായിച്ചു നോക്കിക്കോ. അതൊരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണ്. അപ്പോൾ ഇന്റർനാഷണലി അതിനെ എന്ത് ചെയ്യുക, വേണ്ടാന്ന് വെക്കാനായിട്ട് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ഇന്റർനാഷണൽ ട്രേഡ് പോളിസിയും എല്ലാം കൂടെ ഒത്തുചേർന്നിട്ടാണ് ഈ പറഞ്ഞ ആന്റി ഡംപിങ് ഡ്യൂട്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ശരി, കണ്ടീഷൻ എന്താ? ഇന്ത്യയിലുള്ള നോർമൽ റേറ്റിനേക്കാളും ചെറിയ റേറ്റിൽ ഗുഡ്സ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതിന്റെ ക്വാണ്ടിറ്റി ഓഫ് ആന്റി ഡംപിങ് ഡ്യൂട്ടി ഡിഡക്ഷൻ എത്രയാണ്? നോർമൽ റേറ്റ് മൈനസ് എക്സ്പോർട്ട് വാല്യൂസ്. അത്രേ ഉള്ളൂ. പിടികിട്ടിയോ? സിമ്പിൾ ഒരു കാര്യമല്ലേ, സിമ്പിൾ ഒരു കോൺസെപ്റ്റ് അല്ലേ? അപ്പം നിങ്ങൾ നോക്കി, നമ്മൾ പഠിച്ചത് തന്നെയാണോ ടെക്സ്റ്റിലുള്ളത് നോക്കി നമുക്ക് റിവൈസ് ചെയ്ത് നിർത്താം. സേഫ് ഗാർഡ് ഡ്യൂട്ടി പഠിച്ചു, കൗണ്ടർ വെയിലിംഗ് ടാക്സ് പഠിച്ചു, ആന്റി ഡംപിങ് ഡ്യൂട്ടി പഠിച്ചു. ശരി, ടെക്സ്റ്റ് എടുത്ത എല്ലാവരും ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇവിടെയാണോ നിർത്തിയത്? ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് നമ്മൾ പഠിച്ചതല്ലേ? അതെ പഠിച്ചതാണ്, വിട്ടേക്കാം. ഫസ്റ്റ് അവർ നമ്മുടെ സോഷ്യൽ വെൽഫെയർ സർചാർജിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കി, അസസബിൾ വാല്യൂ 1,00,000 ശരി. അപ്പോൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10%, അപ്പോൾ 10,000 വന്നു. അപ്പോൾ സോഷ്യൽ വെൽഫെയർ സർചാർജ് എത്രയായിരിക്കും? ഈ 10,000ന്റെ എത്ര പെർസെൻറ്റേജ്? 10%, അത് 1000 രൂപ. ടോട്ടൽ 11,000 ആണ് കസ്റ്റം ഡ്യൂട്ടി. സോഷ്യൽ വെൽഫെയർ സർചാർജ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്ത കാര്യം സേഫ് ഗാർഡും ആന്റി ഡംപിങ്ങും കൗണ്ടർ വെയിലിംഗ് ടാക്സും IGSTയും. ഇവന്മാരെ നമ്മൾ പെയറായിട്ടല്ലേ പഠിച്ചത്? ഫസ്റ്റ് പെയർ ഏതൊക്കെയാ? സേഫ് ഗാർഡും ആന്റി ഡംപിങ്ങും ഒരു പെയർ, പിന്നെ കൗണ്ടർ വെയിലിംഗ് സിംഗിൾ പെർസൺ, GSTയും GST സെസ്സും മറ്റൊരു പെയർ. ബേസിക് കസ്റ്റം ഡ്യൂട്ടി പഠിച്ചില്ലേ? പഠിച്ചു. അതിൽ തന്നെ എത്ര റേറ്റ് ഉണ്ട്? പ്രിഫറൻഷ്യൽ റേറ്റും ഉണ്ട്, സ്റ്റാൻഡേർഡ് റേറ്റും ഉണ്ട്. അത് രണ്ടും നമ്മൾ പഠിച്ചു. ശരി, അത് കഴിഞ്ഞ് നേരെ GST ഞങ്ങൾ പഠിച്ചതാ അല്ലേ? ഇന്ത്യയുടെ പ്രൈസുമായിട്ട് നമുക്ക് ഈക്വൽ ആക്കണ്ടേ? ഇനി ലക്ഷറി പ്രൊഡക്റ്റ് ആണോ വരുന്നെങ്കിൽ നമ്മൾ GST കോമ്പൻസേഷൻ സെസ്സും കൂടി മേടിക്കും അല്ലേ? പഠിച്ചതാണേ. പിന്നെ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി അറിയാമല്ലോ. സേഫ് ഗാർഡ് ഡ്യൂട്ടി നമ്മളിപ്പോൾ പഠിച്ചു. പിന്നെ അതിന് തൊട്ട് താഴെ ഒരു ആന്റി ഡംപിങ് ഡ്യൂട്ടിയും കൂടി. കൗണ്ടർ വെയിലിംഗ് ടാക്സ് ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ ശരി, പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് മുകളിലേക്കല്ല താഴേക്ക് പോകണമെങ്കിൽ കഴിഞ്ഞു. ആന്റി ഡംപിങ് ഡ്യൂട്ടി ഇവിടെ കിടക്കും. ആന്റി ഡംപിങ് ഡ്യൂട്ടി ഇവിടെ ഉണ്ട്. ശരി, ചില സിറ്റുവേഷനിൽ ഈ ആന്റി ഡംപിങ് ഡ്യൂട്ടിക്ക് റീഫണ്ട് ഒക്കെ കിട്ടും, മൈൻഡ് ചെയ്യണ്ട. ഒരൊറ്റ ഇലുസ്ട്രേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരേ ഒരു ഇലുസ്ട്രേഷൻ. നമുക്ക് നോക്കിയാലോ, എന്താണ് നമ്മുടെ ഇലുസ്ട്രേഷൻ 1 പറയുന്നത്? എ കമ്മോഡിറ്റി ഈസ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ഫ്രം എ കൺട്രി കവേർഡ് ബൈ നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ സെക്ഷൻ 9A. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി ആന്റി ഡംപിങ് ഡ്യൂട്ടി ഇട്ടതാണ്. ആയിക്കോട്ടെ. അസസബിൾ വാല്യൂ ഇവർ തന്നിട്ടുണ്ട്. എത്ര? 12,62,500 രൂപ. ശരി, ഇമ്പോർട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 500 കിലോസ് ആണ്. ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10% പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം. ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോഷ്യൽ വെൽഫെയർ സർചാർജും വരെ എത്ര പെർസെൻറ്റേജ്? 10% ഓഫ് എവൻ. ശരി, പിന്നെ IGST. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ആസ് പെർ ദ നോട്ടിഫിക്കേഷൻ ദാറ്റ് ആന്റി ഡംപിങ് ഡ്യൂട്ടി വിൽ ബി ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ. ആന്റി ഡംപിങ് ഡ്യൂട്ടി എന്തായിരിക്കും നോക്കി? ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി കാൽക്കുലേറ്റഡ് അറ്റ് $1 50 രൂപ വെച്ചിട്ട് പെർ kg. എക്സ്ചേഞ്ച് റേറ്റ് 70 രൂപയാണ്. ആയിക്കോട്ടെ, $1 70 രൂപയാണ്. ആയിക്കോട്ടെ, അതാണ് ലാൻഡഡ് വാല്യൂ. ആൻഡ് ദ ലാൻഡഡ് വാല്യൂ ഓഫ് ദ കമ്മോഡിറ്റി ആസ് ഇമ്പോർട്ടഡ്. ശ്രദ്ധിച്ചേ. അതായത് ആന്റി ഡംപിങ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം? ഇന്ത്യയിലുള്ള പ്രൈസും ആക്ച്വലി നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ ആ ഡിഫറൻസ് ആണ് ആന്റി ഡംപിങ് ഡ്യൂട്ടി എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കണ്ടുപിടിക്കാം നമുക്ക്. സിമ്പിൾ. അക്സസിബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. 12,62,500 ആണ്. ബേസിക് കസ്റ്റം ഡ്യൂട്ടി നമുക്ക് ആഡ് ചെയ്യാൻ 10% ആണ്. എന്ത്? ഈ 12,62,500 10%, 1,26,500 രൂപ എന്ന് വരും. ശരി, അതിനോടൊപ്പം നമുക്ക് എന്ത് ആഡ് ചെയ്യാം? നമ്മുടെ സേഫ് ഗാർഡ് സോഷ്യൽ വെൽഫെയർ സർചാർജ് ആഡ് ചെയ്യാം. 10% ഓഫ് ബി എന്ന് പറഞ്ഞാൽ 10% ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി. എത്രയാണ്? 12,625 എന്ന് വരും. ഇതാണ് നമ്മുടെ ലാൻഡഡ് കോസ്റ്റ്, അതായത് ആക്ച്വൽ ഇമ്പോർട്ടേഷൻ ചെയ്തപ്പോൾ വന്ന കോസ്റ്റ്. അതവിടെ നിൽക്കട്ടെ. ഇനി ആന്റി ഡംപിങ് ഡ്യൂട്ടി കണ്ടുപിടിക്കും. ഇവര് പറഞ്ഞിട്ടുണ്ട് $1 kg $50 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. $1 kg എത്ര? $50 അല്ലേ? $1 kg $50 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തം എത്ര kg ഉണ്ട്? 500 kg ഉണ്ട്.
അപ്പോൾ 500 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ ടോട്ടൽ 5 25 $25,000 വരും. $25,000 വരും. കറക്റ്റ് അല്ലേ? ഇനി $1 എത്ര രൂപയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. $1 എത്രയാ? 70 രൂപ. $1 എത്ര രൂപയാണ്? 70 രൂപ. അപ്പോൾ നിങ്ങൾ 25,000 ഇൻറ്റു 70 എത്രയാണ് നോക്കി? 25,000 ഇൻറ്റു 70 17,50,000. 17,50,000 കണ്ടു. ഇപ്പൊ വാല്യൂനെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ വാല്യൂനെ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്തു. ശ്രദ്ധിച്ചേ, ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്രയാ ഇന്ത്യയിൽ വരുന്ന അസസബിൾ വാല്യൂ നമ്മൾ പറഞ്ഞേക്കുന്ന ഡിക്ലെയർഡ് അസസബിൾ വാല്യൂ 12 ലക്ഷമാണ്. അതിനോടൊപ്പം ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ വെൽഫെയർ സർചാർജും കൂടെ ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ 14,100,000 രൂപയാണ് വരുന്നത്. 14,100,000 രൂപ. പക്ഷെ നമ്മൾ ഈ ലാൻഡഡ് വാല്യൂ അല്ലാണ്ട് ആക്ച്വൽ വാല്യൂ കണ്ടുപിടിച്ചു. എങ്ങനെയാ? നമുക്ക് മനസ്സിലായി ഇവർ ഈ സാധനം വാങ്ങിയേക്കുന്നത് ഒരു യൂണിറ്റിന് 1 കിലോയ്ക്ക് $50 കൊടുത്തിട്ടാ. 1 കിലോയ്ക്ക് $50 കൊടുത്തിട്ടാ. മൊത്തം 500 കിലോ വാങ്ങി. അപ്പൊ ടോട്ടൽ 500 ഇൻറ്റു 50 നോക്കിയപ്പോൾ $25,000 കൊടുത്തു എന്ന് മനസ്സിലായി. $1 എക്സ്ചേഞ്ച് റേറ്റ് 70 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു 70 ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി 17,50,000 റുപ്പീസാണ്. അപ്പോൾ 17,50,000 വിലയുള്ള സാധനമാണ്. ഇന്ത്യയിൽ വന്നപ്പോൾ അതിന്റെ വാല്യൂ 14 ലക്ഷമായി. നമ്മുടെ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് നമ്മൾ സംഭവിക്കില്ല. പകരം ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ആയിട്ട് ഈ ഡിഫറൻഷ്യൽ എമൗണ്ട് കൊടുക്കാം. എത്രയാ? 17,50,000 മൈനസ് 14,100,000 എത്രയാണ്? 1,375. ഈ ഡിഫറൻസ് ആണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. നമുക്ക് നോക്കാം. മൈനസ് 14,100,375 3,48,625. 625. ഇതാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ 3,48,625 റുപ്പീസും കൂടെ ആഡ് ചെയ്തപ്പോൾ ഒരു ആക്ച്വൽ വാല്യൂ നമുക്ക് കിട്ടും. പിടിയിട്ടോ? ഒരു വാല്യൂ കിട്ടും അല്ലേ? ഇതും കൂടെ നമുക്ക് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആക്ച്വൽ വാല്യൂ കിട്ടി 17,50,000 രൂപ. ഈ 17,50,000 രൂപയ്ക്കാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടത്? GST ആഡ് ചെയ്യേണ്ടത്. എത്ര പെർസെൻറ്റേജ് അവർ തന്നിട്ടുണ്ട്? 18%. ഈ 17,50,000 എത്ര പെർസെൻറ്റേജ്? 18% ആഡ് ചെയ്തേ. 7,50,000 ഇൻറ്റു 18%, 3,15,000 എന്ന് വരും. കണ്ടോ? അപ്പോൾ ടോട്ടൽ ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് ബേസിക് കസ്റ്റം ഡ്യൂട്ടി, സോഷ്യൽ വെൽഫെയർ സർചാർജ്, ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയും GST എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 8,02,500 വന്നു. പിടിയിട്ടോ? അതായത് എത്രയൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടത് അത് നോക്കിയടാ. എത്ര പേ ചെയ്യേണ്ടത്? ഞാൻ ഇപ്പോൾ റെഡ് കളറിൽ റൗണ്ട് ചെയ്യാം. അതാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. ഏതൊക്കെ പേ ചെയ്യേണ്ടത്? ഒന്ന് നമ്മൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടി പേ ചെയ്യണം. ഈ എമൗണ്ട് പേ ചെയ്യണം. സോഷ്യൽ വെൽഫെയർ സർചാർജ് പേ ചെയ്യണം. ഈ 2 എമൗണ്ട് പേ ചെയ്യണേ വേണം. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ഈ എമൗണ്ടിനാണ് അവർ എന്ന് എഴുതിയേക്കുന്നത്, ഇതിനെയാണ് B എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല. ഇനി നേരെ വരുവാണെങ്കിൽ താഴെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി പേ ചെയ്യണ്ടേ? വേണം. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി നമ്മൾ പേ ചെയ്യണം. ഈ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഇത് നമ്മൾ പേ ചെയ്യണം. ഇപ്പൊ കണ്ടുപിടിച്ച എമൗണ്ട് ഇത് പേ ചെയ്യണം. ഇതാണ് C. പിന്നെ നമ്മുടെ GST ഇപ്പൊ കണ്ടുപിടിച്ച GST ഇതാണ് D. അതിനവർ ABCDക്ക് വരെ F എന്ന് കൊടുത്തേക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞു. ഇത് ഇവിടെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയുടെ റീഫണ്ട് പ്രൊവിഷൻ എഴുതിയിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, കഴിഞ്ഞു. എക്സ്പോർട്ട് ഡ്യൂട്ടിയെ പറ്റി പറഞ്ഞേക്കുന്നുണ്ടോ? കണ്ടോ? എക്സ്പോർട്ട് ഡ്യൂട്ടി ലെവി ചെയ്യും സർട്ടൺ ഗുഡ്സുകൾക്ക്. കണ്ടോ? സർട്ടൺ സ്പെസിഫിക് ആയിട്ടുള്ള ഗുഡ്സുകൾക്ക് ലൈക്ക് ലെതർ, ഫ്യൂരിയസ് വേസ്റ്റുകൾ, സ്ക്രാപ്പ്, സ്കിൻ, സ്നേക്കിന്റെ സ്കിൻ എക്സെട്ര. മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ മുഴുവൻ കഴിഞ്ഞു. ഈ ചാപ്റ്റർ മുഴുവൻ ഫിനിഷായി. അപ്പൊ 2 മണിക്കൂറാണ് നമ്മളിപ്പോൾ ടോട്ടൽ ക്ലാസ് എടുത്തേക്കുന്ന. ഫസ്റ്റ് ക്ലാസ് ഒരു 1 hour എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ക്ലാസ് ഇപ്പോൾ ഒരു 1 hour ഇച്ചിരി കൂടെ ആയിട്ടുണ്ട്. അതായത് 1 hour. അത്രേ ഉള്ളൂ. ഈ സാധനം നിങ്ങൾ ഓർത്തിക്കാം. ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഇമ്പോർട്ടൻ്റ് ആണ്, 10%. സോഷ്യൽ വെൽഫെയർ സർചാർജ് അവന്റെ കാമുകനാണ്. എത്ര? 10% ഓഫ് 10%. ശരി. അടുത്ത പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. സേഫ് ഗാർഡ് ഡ്യൂട്ടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. സേഫ് ഗാർഡ് ഡ്യൂട്ടിയുടെ പ്രോബ്ലം നമ്മൾ ചെയ്തു. കൗണ്ടർ വെയിലിംഗ് ടാക്സ് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. GST അറിയാം നമുക്ക്. GST കോമ്പൻസേഷൻ സിസ്റ്റം നമുക്കറിയാം. അവിടെ ഓർത്തേക്കേണ്ട കാര്യം പെർസെൻറ്റേജ് എടുക്കേണ്ടത് ഈ പറഞ്ഞ അസസബിൾ വാല്യൂ, ബേസിക് കസ്റ്റം ഡ്യൂട്ടി, സോഷ്യൽ വെൽഫെയർ സർചാർജ്, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് വരുന്നതിന്റെ പെർസെൻറ്റേജ് ആണ് എടുക്കേണ്ടത് അല്ലേ? ഇപ്പം വന്ന ക്വസ്റ്റിനകത്ത് നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്? ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയുടെ കൂടി പെർസെൻറ്റേജ് ആണ് നമ്മൾ ഇപ്പം എന്ത് ചെയ്തത്? കാൽക്കുലേറ്റ് ചെയ്തത്. കറക്റ്റ് അല്ലേ? അതായത് കണ്ടുപിടിച്ചു പ്ലസ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി അതിന്റെ പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇത്രയും എളുപ്പമാണ് നമ്മുടെ കസ്റ്റംസ്. ഓക്കെ, ഇനി നമ്മൾ നാളെ പഠിക്കാൻ പോണത് എന്താണെന്നറിയാമോ? അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോണത്. ഇത്രയും നേരം നമ്മൾ ചുമ്മാ ഒരു അസസബിൾ വാല്യൂ എന്ന് പറഞ്ഞേ ഉള്ളൂ. അസസബിൾ വാല്യൂ എന്ന് പറഞ്ഞേ ഉള്ളൂ. ഏസബിൾ വാല്യൂ എന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് നാളെ പഠിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ചുമ്മാ ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ വാല്യൂ 12 ലക്ഷം 20 ലക്ഷം എന്ന് പറഞ്ഞേ ഉള്ളൂ. ഇത് കണ്ടുപിടിക്കാൻ ഒരു റൂളുണ്ട്. അതാണ് നമ്മൾ നാളെ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ?
ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. കുറഞ്ഞ സമയം മാക്സിമം പഠിക്കണം, അതാണ് ഉദ്ദേശം. ബൈ.